ഒരു സർവീസിലേക്ക് എത്തിയത്. സർവീസിലേക്ക് എത്തി എന്നുള്ളത് മാത്രമല്ല, പിന്നെ എല്ലാ ലെയറുകളിലുള്ള എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റി എന്ന ഒരു സന്തോഷവും ഉണ്ട്. അപ്പോ ആ നിലക്ക് ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാൻ ഏറ്റെടുത്തത്. ഞാൻ അങ്ങനെ ഈ ഒരു വിഷയം ഞാനൊരു എക്സ്പെർട്ടൈസ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. ടീച്ചർ പറഞ്ഞതുകൊണ്ട് പിന്നെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, വിഷയ സംബന്ധിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് പെഡഗോഗി എന്നതുകൊണ്ട് പിന്നെ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് പിന്നെ എക്സാം എഴുതുന്നതിനെ കുറിച്ച് 1-2 സംഗതികൾ സൂചിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. മൊത്തത്തിൽ സമയക്കുറവുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്കിലും പരമാവധി പെട്ടെന്ന് പറഞ്ഞു പോവാം. എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ധാരാളമായി എഴുതുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ എന്നെക്കാട്ടിലും സീനിയോറിറ്റി ആ വിഷയത്തിൽ ഉണ്ടാകും. പിന്നെ ശരിക്കും PSC എക്സാം എനിക്ക് തോന്നുന്നത് നമുക്ക് 1.5 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. എക്സാം 100 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. 80 നമ്മുടെ സബ്ജക്റ്റും 20 ജനറലും അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഒന്നാമത് നമ്മൾ പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു സംഗതി, നമുക്ക് എഴുതുന്ന എക്സാമിന്റെ വിജയത്തെ കുറിച്ച് നമുക്കൊരു യക്കീൻ ഉണ്ടാവണം എന്നതാണ്. അത് ജയിപ്പിക്കും, അത് ജയിക്കും എന്നൊരു അസ്മ്, എന്ന ഒരു ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം നമുക്ക് ഉണ്ടാവൽ പ്രധാനമാണ്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു യക്കീനോട് കൂടി നമ്മൾ ഈ എക്സാമിനെയും നമ്മുടെ അധ്വാനത്തെയും നമ്മൾ ക്രമീകരിച്ചാലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക. ആ നിലക്കൊരു കോൺഫിഡൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. രണ്ടാമത് നമുക്ക് ഒരു റിസ്കിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഇത്. ഒരു വിഭവത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയായിട്ടാണ് നമ്മൾ PSC മനസ്സിലാക്കുന്നത്. അപ്പോ പടച്ചോൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള റിസ്ക് അത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമുക്ക് കിട്ടും. അതിൽ കൂടി നമുക്കൊരു ഉറപ്പ് വേണം. കാരണം പൊതുവെ അഖീദ ഭാഷയിലൊക്കെ പറയാറുണ്ട്, ഷക്കു ഫി റിസ്ക് ഷക്കുൻ ഫി റാസിഖ്. അല്ല എനിക്ക് ഈ വിഭവം തരുമോ, എനിക്ക് എന്നെ എക്സാം വിജയിപ്പിക്കുമോ, എനിക്ക് PSC കിട്ടുമോ, ജോലി കിട്ടുമോ എന്നതിലൊക്കെ എന്നെ പരിഗണിക്കൂലേ എന്നൊരു ഷക്ക് ഉണ്ടായാൽ അള്ളാഹുൽ തന്നെയുള്ള വിശ്വാസത്തിൽ ഷക്കുണ്ട് എന്നാണ് പൊതുവെ പണ്ഡിതന്മാർ പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായിട്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് തഫാഉലിയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് അള്ളാഹു വിധിച്ച വിഭവം നമുക്ക് അതിന്റെ സമയത്ത് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. വർഷറബ്ബൻ തൗഫീഖ് നൽകി മാറാട്ടെ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ കൂളായിട്ട് ഇരുന്ന് അറ്റൻഡ് ചെയ്യുക. പിന്നെ നമുക്കറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. അപ്പൊ അതിൽ പല ആളുകളും പല രീതികൾ സ്വീകരിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഒരു സാധ്യതക്കനുസരിച്ചാണ് ചെയ്യേണ്ടത്. പൊതുവെ നമുക്ക് ഗുണം ചെയ്യുക, എത്ര അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുക എന്നതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആ സെന്റൻസ് മുഴുവനായിട്ട് വായിച്ച് അതിൽ നമുക്ക് ക്ലിയർ ആവാത്ത എന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് കൃത്യപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ആൻസറിലേക്ക് പോകേണ്ടത്. ആൻസറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് അറിയുന്ന ആൻസർ തന്നെ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ A ആയിരിക്കും ആൻസർ എന്ന് നിങ്ങൾ വിചാരിച്ചു. ആ സമയത്ത് പെട്ടെന്ന് അത് ബബിൾ ചെയ്യാതെ 4 ഓപ്ഷനും വായിക്കുക. 4 ഓപ്ഷനും വായിച്ചതിന് ശേഷം ഇന്നതല്ല എല്ലാ ആൻസറും എല്ലാ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ എയിലേക്ക് എത്തുന്ന സ്വഭാവത്തിൽ ആൻസർ ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് നെഗറ്റീവ് ഇല്ലാതെ പരമാവധി ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. വേറെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്, സമയക്കുറവ് മൂലം. പിന്നെ ഇൻഷാ അല്ലാഹ് നേരിട്ട് പിന്നെ കടക്കാണ്, പിന്നെ കഴിയുന്നത്ര പോകാം ഇൻഷാ അല്ലാഹ്. പിന്നെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. തഫ്സീർ സാർ ഇച്ചിരി വോളിയം കൂട്ടോ, മൈക്കൊന്ന് അടുത്ത് വെച്ചാൽ മതി. കേൾക്കുന്നില്ല? ഇച്ചിരി വോളിയം കൂട്ടിയാൽ മതി. ഓക്കെയാണ്, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് വോളിയം കൂട്ടിയാൽ മതി. ഹെഡ്സെറ്റ് ആണ് വെച്ചിട്ടുണ്ട്. PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രയാസമുണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ഒരു മെസ്സേജ് വന്നുകൊണ്ട് പറഞ്ഞതാ. ഇച്ചിരി ഒന്ന് വോളിയം കൂട്ടിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല.
കുറെ കുട്ടികൾക്ക് കുഴപ്പമില്ല എന്ന് പറയണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ ആക്കി. കേൾക്കുന്നില്ലേ? പൊളി കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ്, കേൾക്കുന്നുണ്ട്. എനിക്ക് ഓക്കെയാണ്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അപ്പോ പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹുവ ലൈസൽ ഹദഫുൽ മുഅ്തബർ മിൻ അഹ്ദാഫ് ദിറാസ അൽ ബൈദാഗോജിയ. താഴെ കൊടുത്തതിൽ പിന്നെ പെഡഗോഗിക്കൽ ലേണിംഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ആൻസർ ചെയ്യോ? എനിക്ക് ആൻസർ ഉണ്ടാവില്ല. ആൻസർ ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ. തഹ്സീനുൽ അമലിയാത്ത് തഅലീമിയ, പിന്നെ നമ്മുടെ ടീച്ചിങ് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. തർക്കീസ് വല ദിറാസത്തിന് അമീക ഫിൽ മുഹ്തവ, കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. തഅയീനു ദൗർ അൽ മുഅല്ലിം വൽ മുതഅല്ലിം, പിന്നെ അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെ റോള് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. യുഅസ്സിറു അല അവാമിലി നഫ്സിയ വൽ ഇസ്തിമാഇയ ലിത്വാലിബ്, കുട്ടിയുടെ സൈക്കോളജിക്കലായിട്ടുള്ള സോഷ്യോളജിക്കലായിട്ടുള്ള കുട്ടിയുടെ പിന്നെ ആവശ്യങ്ങൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഇതിലേതാണ് ആൻസർ? എല്ലാവരും ആൻസർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. തർക്കീസ് അല ദിറാസത്തിന് അമീക ഫിൽ മുഹ്തവ. മുഹ്തവ കണ്ടന്റ് ഡീപ്പായിട്ട് പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക എന്നതല്ല പെഡഗോഗിക്കൽ സ്റ്റഡീസിന്റെ ഉദ്ദേശം, അല്ലെ? പെഡഗോഗിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ കൈഫിയത്തു തദ്രീസാണ്. നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകുന്ന സംഗതിയാണ് കൈഫിയത്തു തദ്രീസ്. എങ്ങനെ പഠിപ്പിക്കണം? നമ്മുടെ കയ്യിൽ നല്ല കണ്ടന്റ് ഉണ്ടായി പോരാ, പിന്നെ നല്ല ഡെപ്തുള്ള കണ്ടന്റ് ഉണ്ടായി പോരാ. അത് എങ്ങനെ പഠിപ്പിക്കണം, അത് എത്രത്തോളം കൺസ്ട്രക്റ്റീവ് ആയിട്ട്, എത്രത്തോളം തവാസുലിയായിട്ട്, കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് പഠിപ്പിക്കണം എന്നത് കൂടി എന്താണ് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പെഡഗോഗിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ الدراسة البيداغوجية هي تحليل وتقييم منظم للعمليات التعليمية بهدف تحسينها وتعزيز فعاليتها. പെഡഗോഗിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ പെഡഗോഗിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ പഠനത്തിന്റെ ഫആലിയത്തിനെ, നമ്മുടെ പഠനത്തിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ്സിനെ തഅസീസ് ചെയ്യുക, അതിനെ എൻഹാൻസ് ചെയ്യുക, അതിനെ തഹ്സീൻ ചെയ്യുക, അതിനെ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. തതനാവലു ഹാദിഹി ദിറാസ അസ്സാലിബ് വത്തറാഇഖ് അത്തഅലീമിയ, അത് അസാലീബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മെത്തേഡുകൾ, എങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. തൊറാഇഖ് എന്നൊക്കെ പറഞ്ഞാൽ മെത്തേഡ് തന്നെ അർത്ഥം. വദൗറുൽ മുഅല്ലിം വൽ മുതഅല്ലിം, ടീച്ചിങ്, അതേപോലെ തന്നെ സ്റ്റുഡന്റ് റോൾസിനെ കുറിച്ച് തിരിച്ചറിയുന്ന ഒരു പരിപാടിയാണ്. വതുറുഖ് തഖീം, നമ്മളുടെ ഒരു ഇവാലുവേഷൻ മെത്തേഡുകളെ കുറിച്ച് മനസ്സിലാക്കലാണ്. വൽ മനാഹിജ് ദിറാസിയ, പിന്നെ ലേണിംഗ് സിലബസുകളെ കുറിച്ച് തിരിച്ചറിയലാണ്. വൽ അവാമിൽ നഫ്സിയ വൽ ഇസ്തിമാഇ അല്ലതി യുത്വസിറു അല തഅലം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് പെഡഗോഗി അല്ലെങ്കിൽ തദ്രീസുൽ ലുഗത്തുൽ അറബിയന്റെ ഒരു സിലബസ്. ഇതാണ്. പിന്നെ മൊത്തം വായിച്ച് വിശദീകരിക്കാൻ സമയമല്ല. നിങ്ങൾ ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഞാൻ മൊത്തം വായിക്കുന്നില്ല, ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പിന്നെ ദിറാസത്തുൽ അൽ അറബിയ, വ്യക്തിശാബ ഭാഷ പഠനം, നവറിയാത്ത്, വ്യത്യസ്ത തിയറികള്, തുറുഖു തദ്രീസ്, ഡിഫറെന്റ് മെത്തേഡുകൾ, ടീച്ചിങ് മെത്തേഡുകൾ, അൽ മഹാറാത്തുൽ ലുഗവിയ്യ വ തദ്രീബു അലൈഹ, പിന്നെ ലാംഗ്വേജ് സ്കിൽസ്, ജവു തദ്രീസ്, ടീച്ചിങ് എൻവിറോൺമെന്റ്, അതേപോലെ തന്നെ തഖ്തീത്ത് സനവി വഖുത്തത്തുൽ വഹദ വഖുത്തത്തുൽ ദർസ്, പിന്നെ യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ, പിന്നെ ഇയർ പ്ലാൻ, ഈ സംഗതികളൊക്കെ. അൽ അദവാത്ത് വൽ വസായിൽ തദ്രീസിയ, അതേപോലെ തന്നെ ടീച്ചിങ് എയ്ഡുകളെ കുറിച്ചുള്ള പഠനം. അൽ അൻഷിത്ത ദിറാസിയ, അതേപോലെ തന്നെ ലേണിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള പഠനം. തഖ്വീം, ഇവാലുവേഷൻ. അപ്പൊ പൊതുവെ ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഇതല്ലാത്ത ക്വസ്റ്റ്യനുകളും വരും. നിങ്ങൾ PSCയുടെ താഴെ ഞാൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻ വരിക, പക്ഷെ ഇതൊരു തർക്കീസ് ആയിരിക്കും, ഇതൊരു ഫോക്കസ് ഏരിയ ആയിരിക്കും. അപ്പൊ ഇത് ജാമ്യ മാനുവായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. يدرس الطلاب باللغة الهدف داخل الفصل. ليش؟ ലുഗത്തുൽ ഹദഫ് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട ഭാഷയിൽ തന്നെ കുട്ടി ക്ലാസ്സിൽ എന്ത് ചെയ്യുക, മൊത്തം പഠിക്കുന്ന മെത്തേഡിന് പറയുന്ന പേരെന്താണ് എന്നതാണ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? ഓക്കെ, ത്വരീഖത്തുൽ മുബാശറ. അപ്പോ നമുക്ക് തുറുക്കു തദ്രീസ് വെച്ച് തുടങ്ങാം. തുറുക്കു തദ്രീസ് കമ്പാരിറ്റീവ്ലി പിന്നെ നമ്മുടെ ഈ ഒരു പെഡഗോഗിക്കൽ സ്റ്റഡീസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള, വ്യത്യസ്ത സ്വഭാവത്തിൽ ശൈലിയിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തുർക്കു തദ്രീസിലെ പ്രധാനപ്പെട്ട കുറച്ച് മെത്തേഡുകൾ മാത്രമാണ് എന്നോട് പരിചയപ്പെടുത്തുന്നത്. അതിനെ എത്രത്തോളം പൂർത്തിയാക്കാൻ പറ്റുമെന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്, സമയത്തിന്റെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട്. അപ്പൊ ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് സാഹചര്യം പോലെ നമുക്ക് പറയാം. അപ്പൊ തുർക്കു തദ്രീസ് അല്ലെ, ടീച്ചിങ് മെത്തേഡുകൾ. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ത്വരീഖത്തുൽ മുബാശറ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും പിന്നെ എല്ലാവരും അൺമ്യൂട്ട് ആക്കാൻ പറ്റില്ലല്ലോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലല്ലേ റിപ്ലൈ തരാൻ പറ്റുക? അങ്ങനല്ലേ സെറ്റ് ചെയ്തിരിക്കണം? അൺമ്യൂട്ട് ചെയ്യണോ? അല്ല, വേണമെന്നില്ല, ഞാൻ ചോദിക്കാം എന്താണ് അവസ്ഥ. വേണമെങ്കിൽ അവസാനം ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ ആണ്. ചാറ്റ് ബോക്സ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ത്വരീഖത്തുൽ മുബാശറ هي جو تعليمي باختلاق بيئة موافقة بغير أن يتوصل إلى الترجمة إلا عند الضرورة. വളരെ സിമ്പിൾ ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? هي جو تعليمي, അതൊരു ടീച്ചിങ് എൻവിറോൺമെന്റ് ആണ്. ജവ് എൻവിറോൺമെന്റ് ആണ്. എന്താ ചെയ്യുന്നത്? باختلاق بيئة موافقة, باختلاف നിർമ്മിക്കുക, ബിഅത്തിൻ മുവാഫഖ യോജിച്ച ഒരു എൻവിറോൺമെന്റ് രൂപപ്പെടുത്തുക. എന്തിന്? ബഗൈരി അയ്യത്തവസ്സല ഇല തർജുമ, ട്രാൻസ്ലേഷനിലേക്ക് എത്താത്തൊരു സാഹചര്യം ആയിരിക്കും അത്. ഇല്ല ഇൻദ ളറൂറ, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ പഠിപ്പിക്കുന്നതും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സംശയങ്ങൾ ദൂരീകരിക്കുന്നതും വിശദാംശങ്ങൾ നൽകുന്നതും ഒക്കെ എന്തായിരിക്കും? പിന്നെ അതേ ഭാഷയിൽ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഏത് ഭാഷ ലക്ഷ്യം വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്? ഇപ്പൊ അറബി പഠിക്കുകയാണെങ്കിൽ അറബി തന്നെ ആയിരിക്കും വിശദീകരിക്കുക. മലയാളം പറയാനുള്ള സാഹചര്യം പരമാവധി കുറക്കും. തഖ്ദീം അൽ കലിമാത്ത് വൽ അമൽ ഫി ബിഅത്തിൻ ലുഗവിയ്യ, പിന്നെ കലിമാത്തും അമലും ഓരോ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ഓരോ കലിമാത്തും ഒക്കെ വിശദീകരിക്കുന്നത് പിന്നെ പരമാവധി അറബി ഭാഷയിൽ തന്നെ വിശദീകരിച്ചുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏത് ലുഗത്തുൽ ഹദഫ് ഏതാണോ അത് വിശദീകരിച്ചുകൊണ്ടായിരിക്കും. ഇപ്പൊ കുത്തുബ് എന്ന് പറയുന്നത്, പുസ്തകങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്ത് അറബിയിൽ അതിനൊരു വിശദീകരണം കൊടുക്കുകയായിരിക്കും. പിന്നെ അങ്ങനെയുള്ള വിശദീകരണമായിരിക്കും. തഖ്ദീം അൽ മആനി ബിഗൈരി വാസിതത്തി അൽ മഅന, അർത്ഥം പറഞ്ഞിട്ടായിരിക്കൂല, നേർക്ക് നേരെയുള്ള ട്രാൻസ്ലേഷണൽ മീനിങ് പറഞ്ഞിട്ടായിരിക്കൂല അവിടെ മആനികളെ വിശദീകരിക്കുക, പ്രസന്റ് ചെയ്യുക. ഇംകാനിയത്തു തഫക്കുർ ഫിൽ ലുഗത്തി വഖില്ലത്തി തദഖുൽ ലുഗ അൽ മഹല്ലിയ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇംകാനിയത്തു തഫക്കുർ, നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയെ ഇത് കൊണ്ടുവരുന്നു എന്നതാണ്. ഫിൽ ലുഗ, നമ്മൾ പഠിക്കുന്ന ഭാഷയിൽ. വക്കില്ല തദഖുൽ അൽ ലുഗ അൽ മഹല്ലിയ, നമ്മുടെ മാതൃഭാഷയിലുള്ള ഒരു പിന്നെ എൻഗേജ്മെന്റ് അതിൽ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടി തന്നെ എന്ത് ചെയ്യും? അറബിയിൽ ചിന്തിക്കൽ തുടങ്ങും, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും, ഉസ്താദിന്റെ സംസാരമാനൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പൊ കുട്ടിക്കൊരു ലുഗയിൽ തഫക്കുർ ചെയ്യാൻ, കുട്ടിക്ക് ലുഗയിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയായിട്ട് അത് മാറും എന്നതാണ് ത്വരീഖത്തുൽ മുബാശറയുടെ പ്രത്യേകത. പക്ഷെ സംശയങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം സൂചിപ്പിച്ചാൽ മതി. രണ്ടാമത്തെ ത്വരീഖത്തു തർജുമ. ത്വരീഖത്തു തർജുമ പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ തഅല്ലുമുൽ ഖവാഇദി വദീഫിയൻ ബിത്തദ്രീബ് അലൽ ജുമൽ അസ്സഹീഹ هي الطريقة التي لا يعتني المعلم باختلاف بيئة مناسبة بل يعلم اللغة بواسطة اللغة المحلية لفظا وتركيبيا. എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ഒരു വദീഫിയായിട്ടുള്ള തദ്രീബ് മാത്രമായിരിക്കും ഉണ്ടാവുക, ഒരു കേവലമായിട്ടുള്ള ഒരു പ്രാക്ടീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ത്വരീഖത്തുൽ മുബാശറയുടെ ഓപ്പോസിറ്റ് ആണ്. അത്വരീഖത്തുല്ലത്തി ലാ യഅ്തനി, ഇത് പരിഗണിക്കുകയില്ല. അൽ മുഅല്ലിം ബിഖ്തിലാഖി ബിഅത്തിൻ മുനാസബ, കുട്ടിക്ക് ആ ലുഗത്തുൽ ഹദഫ് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷത്തെ രൂപപ്പെടുത്തായിരിക്കില്ല മുഅല്ലിം ചെയ്യുക. മറിച്ച് എന്ത് ചെയ്യുക? യുഅല്ലിമുൽ ലുഗ ബിവാസിത്തത്തിൽ ലുഗ അൽ മഹല്ലിയ ലഫ്ളൻ വതർകീബിയൻ. പെട്ടെന്ന് എന്ത് ചെയ്യും? പിന്നെ അറബി ഇങ്ങോട്ട് വായിച്ചിട്ട് അതിന്റെ ലഫ്ളും തെർക്കീബും മലയാളത്തിൽ വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് വേഗം പരിപാടി അയക്കും. അതാണ് ത്വരീഖത്തു തർജുമ എന്ന് പറഞ്ഞാൽ. ത്വരീഖത്തു തർജുമയുടെ ഫവായിദ് എന്താ?
ഒന്നെന്താ യഫ്ഹമു താലിബ് അൽ മആനി വൽ ഖവാഇദ് ഫി ഐസരി ജുഹദിൻ വഖല്ലിബ എന്ന് പറഞ്ഞാൽ പിന്നെ ത്വരീഖത്തു തർജുമയിലൂടെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൽ മആനി വൽ ഖവാഇദ്, മീനിങ്ങുകളും അതേപോലെ തന്നെ റൂളുകളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫി ഐസരി ജുഹുദിൻ, വളരെ കുറഞ്ഞ എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. വ അഖൽ വഖ്ത്, കുറഞ്ഞ സമയം മതി. കുറഞ്ഞ സമയം മതി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു കെലിമത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഖവാഇദ്, ഇപ്പൊ നഹ്വിൽ ഒരു ഖവാഇദ് എടുക്കുക, ഫാഇലിനെ കുറിച്ച് പറയാം അല്ലെങ്കിൽ മഫ്ഊലിനെ കുറിച്ച് പറയാം. പിന്നെ അപ്പോ ഫാഇലിനെ കുറിച്ചുള്ള താരീഫൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് അത് അറബി തന്നെ വിശദീകരിച്ച് അവിടെയുള്ള അവസാനത്തെ കുട്ടിക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എത്ര ടൈം എടുക്കേണ്ടി വരും. പക്ഷെ അതേസമയം ഇതാവുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കുട്ടിക്ക് ക്യാച്ച് ചെയ്യും. ലാ യഹ്താജുൽ മുഅല്ലിം ഇലാ ഇസ്തിഅദാദിൻ കബീർ. അതേപോലെ തന്നെ മുഅല്ലിമീങ്ങൾക്ക് എന്തുണ്ടാവില്ല, കൂടുതൽ പ്രിപ്പറേഷൻ ആവശ്യം ഉണ്ടാവില്ല. കാരണം നന്നായിട്ട് അറബി അറിയുന്ന ഒരു മനുഷ്യന് നഹ്വുൽ വാദ് എപ്പോൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് എടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബ് എടുത്തിട്ട് എപ്പോ ആണെങ്കിലും ക്ലാസ് എടുക്കാം. കാരണം അത് മലയാളം പറഞ്ഞു കൊടുത്താൽ മതി, വേറെ പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല. നമ്മളത് ശീലിക്കരുത് കേട്ടോ, സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. മുഴുവൻ ട്രാൻസ്ലേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കരുത്. അതേസമയം നമ്മൾ മുബാശറക്കാണ് എന്ത് ചെയ്യേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. ലാ യതദറബ അത്താലിബ് ഫിൽ ലുഗ അലാ തർതീബിഹ അത്തബീഇ. കുട്ടികളുടെ ഒരു ജൈവികമായിട്ടുള്ള ഒരു ഭാഷ വളർച്ച ഇതിൽ പ്രാക്ടീസ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് ഇപ്പോൾ ഒരു ഭാഷ ഇക്തിസാബ് ചെയ്യണമെങ്കിൽ കുട്ടിക്ക് ഒരുപാട് അവസരം ഉണ്ടാക്കി കൊടുക്കുക, അറബിയിൽ ഒരുപാട് തഫ്സീലാത്തുകൾ പറഞ്ഞു കൊടുക്കുക, ആ നിലക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് പണി അവിടെ നടക്കേണ്ടി വരും. പക്ഷെ അതിലൊന്നും എന്ത് ചെയ്യൂല, മുഅല്ലിം കോൺസെൻട്രേറ്റ് ചെയ്യൂല. ലാ യജിദ് അത്താലിബ് ഫുർസത്തൽ ലിൽ ഇസ്തിമാഇ വത്തകല്ലും. അതേപോലെ തന്നെ കുട്ടിക്ക് ഒരുപാട് കേൾക്കാനും സംസാരിക്കാനും എന്ത് ഉണ്ടാവില്ല, അവസരം ഉണ്ടാവില്ല. കാരണം വേഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടത് തീരുമാനമാക്കിയിരിക്കും ചെയ്യുക. അതേസമയം കുട്ടിക്ക് എത്രത്തോളം ഇത് മനസ്സിലായിട്ടുണ്ട്, കുട്ടി എത്രത്തോളം പിന്നെ ഇതിന് തഅബീർ ചെയ്യുന്നുണ്ട്, ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട് എന്നതൊന്നും ഇതിന്റെ പരിഗണനപ്പെടുന്നതായിരിക്കില്ല. യഹ്തമു താലിബ് ബിൽ മഅന അക്സർ മിന തഅബീർ. കുട്ടികൾ എന്ത് ചെയ്യുക? മഅനയിലാണ് പ്രാധാന്യം കൊടുക്കുക. തഅബീർ, ഭാഷ പ്രയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താ ചെയ്യുക? അർത്ഥത്തിൽ ഫോക്കസ് ചെയ്യുക. ആ നിലക്ക് പിന്നെ മീനിങ്ങുകളെ കൂടുതൽ സ്വായത്തമാക്കുക എന്നതായിരിക്കും ത്വരീഖത്തു തർജുമയുടെ ഫവായിദിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ത്വരീഖത്തു തർജുമയുടെ പിന്നെ ഇതിന്റെ പിന്നെ ഫവായിദുകളോടൊപ്പം തന്നെ ഉയൂബുകളും ജസ്റ്റ് നോക്കണം. ഉയൂബുകൾ എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഈ ഫവായിദ് ഉയൂബാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഈ ഫവായിദ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. അക്കതിന്റെ ഉയൂബാണ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മആനി ഖവായിദ് പഠിക്കാൻ പിന്നെ ഒരു ജബുൻ ബിയത്ത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ പിന്നെ അധ്യാപകൻ ഒരു കാഫി ആയിട്ടുള്ള ഇസ്തിഅദാദ് അധ്യാപകൻ ഉണ്ടാക്കാൻ കഴിയൂല. അതേപോലെ തന്നെ കുട്ടികളുടെ ഇസ്തിമാഇനും തക്കല്ലുമിനും മറ്റു തഅബീറാത്തുകൾക്കുള്ള ഫുർസത്ത് കുറവായിരിക്കും. ഇങ്ങനെ ഒരുപാട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ത്വരീഖ തഖ്ലീദിയ. നമ്മൾ ഓപ്ഷനിൽ കണ്ട ഒരു സാധനമാണ്. ത്വരീഖ തഖ്ലീദിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഹിയ നഹ്ജുൻ തഅലീമിയുൻ യഅ്തമിദു അല തൽഖീൻ അൽ മുബാശർ. യകൂനുൽ മുഅല്ലിം ഹുവൽ മസ്ദർ റഈസി ലിൽ മഅരിഫ. يكون دور المتعلم مقتصرا سلبيا على الاستماع والتلقي والحفظ. هي نهج تعليمي. അതൊരു ടീച്ചിങ് മെത്തേഡാണ്. എന്താ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യാണ്? കേവലം കേൾക്കുന്ന റിസീവേഴ്സ് മാത്രമായിരിക്കാം. യകൂനുൽ മുഅല്ലിം ഹുവൽ മസ്ദർ റഈസി. മുഅല്ലിം എന്തായിരിക്കും? ആത്യന്തികമായിട്ടുള്ള ഒരു സോഴ്സ് ആയിരിക്കും ലിൽ മാരിഫ, നോളജിന്റെ. യകൂനു ദൗറുൽ മുതഅല്ലിമി മുഖ്തസിറൻ സൽബിയൻ. അതാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. മുതഅല്ലിമിന്റെ റോൾ എന്താ? സ്റ്റുഡന്റിന്റെ റോൾ അതിൽ എന്തായിരിക്കും? മുഖ്തസിറൻ സൽബിയൻ. മുഖ്തസിറൻ ചുരുങ്ങിയിരിക്കും. സൽബിയൻ അലൽ ഇസ്തിമാഇ വത്തലഖി വൽ ഹിഫ്ള്. കേവലമായിട്ട് കേൾക്കുക, കേവലമായിട്ട് പിന്നെ ഇൽമ ഇങ്ങനെ പിന്നെ റിസീവ് ചെയ്യുക, കാണാതെ പഠിക്കുക, ഇതൊക്കെ ആയിരിക്കും ത്വരീഖത്തു തഖ്ലീദിയ എന്ന് പറയുന്നത്. അപ്പൊ ത്വരീഖത്തു തർജുമയൊക്കെ ത്വരീഖത്തു തഖ്ലീദിയായിട്ട് മനസ്സിലാക്കുന്ന സ്കോളേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പഴയകാലത്തെ മുഹാദറകളൊക്കെ നമുക്ക് ത്വരീഖത്തു തഖ്ലീദിയ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് അല്ലാത്ത, തവാസുലി അല്ലാത്ത, കമ്മ്യൂണിക്കേറ്റീവ് അല്ലാത്ത പഴയകാലത്ത് പരിചയിച്ചു പോന്നിട്ടുള്ള പിന്നെ നമ്മൾ തഖ്ലീദ് ചെയ്തു പോന്നിട്ടുള്ള മനഹജാണ് ത്വരീഖ തഖ്ലീദിയ എന്ന് പറയുന്നത്.
يتم التركيز على المحتوى الدراسي والالتزام بالمقررات والاختبارات. ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ് ത്വരീഖത്ത് തഖ്ലീദിയ? അലൽ മുഹ്തവ അദ്ദിറാസി, ലേണിംഗ് കണ്ടന്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു 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 കുട്ടി ഫോക്കസ് ചെയ്യുക. എന്താണ് പഠിപ്പിച്ചത്, കോൺസെപ്റ്റ് ഈ കുട്ടിക്ക് കിട്ടുക എന്നുള്ളതിലപ്പുറത്ത് എത്രത്തോളം മഹാറാത്തുകൾ കുട്ടികൾ സ്വായത്തമാക്കി എന്നത് ഇതിന്റെ കൺസേൺ ആയിരിക്കൂല. വലിൽത്തിസാമു ബിൽ മുഖററാത്ത്, അതേപോലെ തന്നെ ഈ മെത്തേഡിൽ വലിൽത്തിസാം, കുട്ടിയുടെ കമ്മിറ്റ്മെന്റ് എന്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിന്റെ കമ്മിറ്റ്മെന്റ് എന്തിലായിരിക്കും, ബിൽ മുഖററാത്ത് വൽ ഇഖ്തിബാറാത്ത്, നിശ്ചയിക്കപ്പെട്ട പോർഷൻ തീർക്കുക, വൽ ഇഖ്തിബാറാത്ത്, ചില ടെസ്റ്റുകൾ നടത്തുക എന്നതൊക്കെ ആയിരിക്കും. ഇസ്തിഖ്ദാം അസാലിബ് മിസ്ലൽ മുഹാദറാത്ത് അശ്ശറഹ് വതക്റാർ ലിലിമാൻ ഇസ്തിആബിൽ മഅലൂമാത്ത്, ഞാൻ സൂചിപ്പിച്ചല്ലോ മുഹാദറാത്ത് അതിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഷർഹ്, ഇപ്പോ പിന്നെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് അത് ഷർഹ് ചെയ്ത് കൊടുക്കുക, കേവലമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ തക്റാർ, ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക. ലിലിമാൻ ഇസ്തിആബിൽ മഅലൂമാത്ത്, അറിവ് സ്വായത്തമാക്കാനുള്ള ഇത്തരം അപ്രോച്ചുകൾ, കൺവെൻഷനൽ ആയിട്ടുള്ള ഇത്തരം അപ്രോച്ചുകൾ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് ത്വരീഖത്ത് തഖ്ലീദിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിന്നെ മെത്തേഡാണ്. പൊതുവെ നമ്മൾ പിന്നെ നമ്മുടെ എക്സാംസിന് ടെറ്റ്, അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം, PSC ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു മേഖലയാണ്. ഈ ഭാഗം കുറച്ചുകൂടി അലർട്ടായിട്ട് മനസ്സിലാക്കണം. എല്ലാവർക്കും അറിയുന്നുണ്ടാകും, എന്നാലും കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്ന് പറഞ്ഞാൽ എന്താ, ഡിഡക്റ്റീവ് മെത്തേഡാണ്. യുസമ്മ ഐദൻ അത്വരീഖ അൽ ഇസ്തിൻതാജിയ അൽ ഖിയാസിയ എന്നും എന്ത് ചെയ്യാറുണ്ട്, പൊതുവെ പറയാറുണ്ട്. അപ്പോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഹിയ മിൻ അഖ്ദമി തുർഖ് അൽ മുത്തബഅ ഫി തദ്രീസിൻ നഹ്വ്. അതെന്താണ്? വഹിയ മിൻ അഖ്ദമി തുർഖ്, പഴയ ഒരു മെത്തേഡാണിത്. അൽ മുത്തബഅ, ഫോളോ ചെയ്തു വരുന്ന. ഫി തദ്രീസിൻ നഹ്വ്, അറബിയിൽ ഗ്രാമർ ഒക്കെ പഠിപ്പിക്കാൻ പിന്നെ പ്രയോഗിച്ച, അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണെങ്കിലും ഗ്രാമർ ഒക്കെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്ന് പറയുന്നത്. അപ്പൊ അതില് ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ വരേണ്ടത് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന ഇംഗ്ലീഷ് ഇതിന്റെ മീനിങ് നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ ഇതിന്റെ മറ്റു നെയിമുകളായിട്ടുള്ള അൽ ഇസ്തിൻതാജിയ, അൽ ഖിയാസിയ എന്നത് കൂടി കിട്ടണം. ചിലപ്പോൾ ഓപ്ഷനിൽ ഖിയാസിയ എന്നായിരിക്കും, അല്ലെങ്കിൽ ഇസ്തിൻതാജിയ എന്നായിരിക്കും. ഇതെന്താ സംഗതി എന്ന് ആലോചിച്ച് പ്രയാസപ്പെടരുത്. ഇസ്തിദ്ലാലിയ എന്നത് തന്നെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്തിഖാലു അൽ ഫിക്ർ മിനൽ ഹുക്ം അൽ കുല്ലി ഇലൽ ഹുക്ം അൽ ജുസ്ഇ. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇന്തിഖാലുൽ ഫിക്ർ, നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു തോട്ട്, ആ തോട്ട് നമ്മൾ വിദ്യാർത്ഥിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. മിനൽ ഹുക്ം അൽ കുല്ലി, പൊതുവായ ചില തത്വങ്ങൾ പറഞ്ഞിട്ട്, ഇലൽ ഹുക്ം അൽ ജുസ്ഇ, ഇലൽ ഹുക്ം അൽ ജുസ്ഇ. പിന്നെ അത് എന്നിട്ട് എന്ത് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണത്തിലേക്ക് അതിനുശേഷം ചേർക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, സിമ്പിൾ ആയി പറഞ്ഞാല് ഫായിലിന്റെ ഒരു കായിദ നമ്മൾ പറയാം. കൊല്ലു ഫായിലിൻ മർഫു, ഫായിലുകളൊക്കെ മർഫു ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ദഹബത്ത് താലിബു, ജാഅത്ത് താലിബു, പിന്നെ ഫതഹ അൽ വലദു, എന്നിട്ട് അതിനൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ കായിദക്ക് ശേഷം പറഞ്ഞു കൊടുക്കുക. അപ്പൊ കായിദ ആദ്യം പറയാം, പൊതുവായിട്ടുള്ള തത്വം ആദ്യം പറഞ്ഞതിന് ശേഷം സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണത്തിലേക്ക് വരിക. ഖിയാസ് ഉസ്ലൂബിൻ അഖ്ലിയിൻ മിനൽ ഹഖായിഖ് അൽ ആമ ഇലൽ ഹഖായിഖ് അൽ ജുസ്ഇയ. ആമായിട്ടുള്ള പൊതുവായ ഫാക്റ്റുകളെ വിശദീകരിച്ചതിന് ശേഷം സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ ഫാക്റ്റുകളിലേക്ക് വരിക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് ഒരു സംഗതി പറയാനുള്ളത്, ആം ഖാസ്, ഹുക്മൽ കുല്ലി, ഹുക്മൽ ജുസ്ഇ, ഹഖായിഖൽ ആമ, ഹഖായിഖൽ ജുസ്ഇയ, ഇതെപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിൽ വരിക എന്നതാണ്. അപ്പോ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയന്റെ മസായകൾ എന്താ? കുറെ മസായ ഉണ്ട്. ഞാൻ പിന്നെ ഇത് ചുരുക്കി പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഇതിൽ ചുരുങ്ങരുത്. ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പ്രധാനപ്പെട്ടത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇതിന്റെ മസായകൾ ഇനിയും ഉണ്ടാവും.
അപ്പൊ അതിൽ ആ മസാലകൾ കൂടുതൽ നമുക്ക് അതിന് കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ കെറ്ററ്റിന്റെ PYQ നന്നായിട്ട് നോക്കണം. എത്രത്തോളം നമുക്ക് നോക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ഈ വിഷയത്തിൽ എക്സ്പെർട്ട് ആവും. കണ്ടന്റ് പരന്ന് വായിക്കുന്നതോടൊപ്പം തന്നെ പിന്നെ കെറ്ററ്റിന്റെ PYQ അതേപോലെ തന്നെ സമീപകാലത്ത് വന്ന പിന്നെ പെഡഗോഗിക്കൽ അനാലിസിസിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക എന്നത് തന്നെയാണ് നമുക്ക് പിന്നെ ഇതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുള്ള കാരണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അത് പ്രത്യേകം ചെയ്യാൻ എഫേർട്ട് എടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്നാമത്തെ അതിന്റെ പോസിറ്റീവ് എന്താ? യഫ്ഹമു താലിബു അൽ ഖാഇദ ജയ്യിദൻ. കുട്ടിക്ക് എന്ത് ചെയ്യും? ഖാഇദ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്ത് ചെയ്യുക, ഉസ്താദ് അല്ലെങ്കിൽ മുഅല്ലിം ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യുക ഖാഇദ വിശദീകരിക്കാനായിരിക്കും. അത് ഹർഫൻ ബി ഹർഫ് എന്ത് ചെയ്യും? വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോ ഡിഗ്രി കാലത്തും നമ്മുടെ പിന്നെ നഹ്വൊക്കെ പഠിക്കുന്ന സമയത്ത് അധികം ആളുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക ത്വരീഖത്ത് ഇസ്തിദ്ലാലി ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളൊക്കെ ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയെ പഠിച്ചിട്ട് നമുക്ക് ഖാഇദയൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. പക്ഷെ ചിലപ്പോ ചില ഉദാഹരണം വരുമ്പോൾ എങ്ങനെയാണ് ഇതിൽ തത്ബീഖ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഡീമെറിറ്റ് അതിനുണ്ട്. അതേസമയം നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പിന്നെ മറ്റൊരു സൗകര്യം എന്താ വെച്ചാൽ ലാ തസ്തഗ്രിഖു വഖ്തൻ തവീലൻ, ഒരുപാട് സമയം എടുക്കേണ്ടതില്ല അല്ലെ. കാരണം എന്താ വെച്ചാൽ ഖാഇദ വേം പറയാ, അതിന് ഉദാഹരണം പറയാ, അടുത്തയിലേക്ക് പോവുക, ഖാഇദ പറയാ, ഉദാഹരണം പറയാ. പിന്നെ അത് നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് പറയുമ്പോൾ നമുക്ക് ടൈം എടുക്കില്ലേ എന്ന് മനസ്സിലാവും. ഞാൻ അപ്പൊ പറയാം. തുസാഇദു ത്വലബ അലാ തൻമിയത്തി ആദാത്തി തഫ്കീർ അൽ ജയ്യിദ്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മസാ എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവും. അതിന് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവുക ആദ്യം തന്നെ കോംപ്ലക്സിറ്റി ഉള്ള ഒരു മശക്കത്തുള്ള ഒരു ഭാഗമാണ് ഖാഇദ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഗ്രാമന്റെ പാത്തിൽ നമുക്ക് ഖാഇദ കേൾക്കലായിരിക്കും ആദ്യം പ്രയാസം ഉണ്ടാവുക. അപ്പൊ അത് തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടി സ്വാഭാവികമായിട്ട് ചിന്തിക്കും. കാരണം നമുക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ആയിരിക്കില്ല ഖാഇദ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ നമ്മൾ സമയമെടുത്ത് ചിന്തിക്കുന്നു. സമയമെടുത്ത് ചിന്തിച്ച് നമ്മുടെ ഒരു ഖുവ്വത്തു തഖ്ദീർ തഫ്കീർ, നമ്മുടെ ഒരു തഫ്കീർ, നമ്മുടെ ഒരു ചിന്തിക്കാനുള്ള ഒരു അളവ്, ഒരു ശേഷി വർദ്ധിപ്പിക്കാൻ കാരണമാവും. മആയിബ് എന്താ? മആയിബ് ഇഷ്ടംപോലെ ഉണ്ട്, പ്രധാനപ്പെട്ട രണ്ടെണ്ണം കൊടുത്തു എന്നുള്ളൂ. മുഖ്തസിറത്തൻ അലൽ ഹിഫ്ളി ലാ തുശജ്ജിഉ അലൽ ഇബ്തികാരി വൽ അദാ. എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്? മുഖ്തസിറത്തൻ അലൽ ഹിഫ്, കാണാപ്പാഠം പഠിക്കുക എന്നതായിരിക്കും പിന്നെ ഈ ഒരു ഡിഡക്റ്റീവ് മെത്തേഡ്, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ അല്ലെങ്കിൽ ഇസ്തിൻതാജിയ, ഖിയാസിയ എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാനമായിട്ട് ഇതിൽ നടക്കുക എന്ന് പറയുന്നത്. അതേസമയം എന്ത് ചെയ്യില്ല, കുട്ടിയുടെ ഇബ്തിക്കാരിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ശേഷി, വൽ അദാ, കുട്ടിക്ക് പെർഫോം ചെയ്യാനൊന്നും വലിയ അവസരം ഉണ്ടാവില്ല. കാരണം ഉദാഹരണത്തിലല്ല ഫോക്കസ് ചെയ്യുന്നത്, ഖാഇദയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഖാഇദ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരിക്കും ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ, കുട്ടിയുടെ സ്കില്ല് തെളിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. തുഖാലിഫുൽ ഉസ്ലൂബ് അത്ബീഇ ഫി ഇക്തിസാബിൽ അൽ മഅരിഫ. അതേപോലെ തന്നെ കുട്ടിക്ക് വളരെ നൈസർഗികമായിട്ട്, ജൈവികമായിട്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ള ഒരു ലേണിംഗ് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ ഒരു അക്വസിറ്റിംഗ് നോളേജ് കരസ്ഥമാക്കാനുള്ള ഒരു അന്തരീക്ഷം ഇതിൽ രൂപപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഒരു മെത്തേഡ് അല്ല ഇത് എന്ന് പറയുന്നത്. ഒരു സ്പൂൺ ഫീഡിങ് പോലുള്ള ഒരു മെൻഹജായിട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത് പിന്നെ സ്കോളേഴ്സ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഖുത്വാത്ത് ഇത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതത് പിന്നെ ഉൾപ്പെടുത്തിയത്. ഇതിന്റെ ഖുത്വാത്ത് ആദ്യം എന്തുണ്ടാവും? ഖുത്വാത്താണ് സ്റ്റെപ്സ് കേട്ടോ. സ്റ്റെപ്സിൽ ആദ്യം തംഹീദ് വൽ മുഖദ്ദിമ, ആദ്യം എന്ത് ചെയ്യും, ഒരു തംഹീദ് പറഞ്ഞു കൊടുക്കും. തംഹീദ് വൽ മുഖദ്ദിമ ഏത് ഖാഇദയെ പഠിക്കുന്നുള്ളതിനെ കുറിച്ച് ഒരു മുഖദ്ദിമ പറഞ്ഞു കൊടുക്കും. അർളുൽ ഖാഇദ, എന്നിട്ട് ആ ഖാഇദ എന്ത് ചെയ്യും, സ്ക്രീനിങ് ചെയ്യും. ബുക്കിലാണെങ്കിൽ ബുക്കിൽ, അല്ലെങ്കിൽ ശാസ്ത്രത്തിലാണെങ്കിൽ ശാസ്ത്രത്തില്. എന്നിട്ട് തഫ്സീലുൽ ഖാഇദ, ഖാഇദയുടെ ഓരോ ഭാഗം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. പിന്നെന്താ തത്ബീഖ് ബിൽ അംസില, പിന്നെന്ത് ചെയ്യും, ഉദാഹരണം പറഞ്ഞു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫായിലിന്റെ ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ മുബ്തദയുടെ ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ ഹാലിന്റെ ഖാഇദ പറഞ്ഞു. ഈ ഖാഇദ പറഞ്ഞതിന് ശേഷം അതിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കും. അപ്പൊ തത്ബീഖ് ഏറ്റവും ലാസ്റ്റ് ആണ് ഉണ്ടാവുക. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഡിഡക്റ്റീവ് മെത്തേഡിൽ തത്ബീഖ് ബിൽ അംസില ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഖാഇദയുടെ എല്ലാ തഫ്സീലാത്തുകളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അടുത്തത് ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ. PSCയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മേഖലയാണ് ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ എന്ന് പറയുന്നത്. എന്നത് മാത്രമല്ല, ഇതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് കൂടിയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട പുതിയ കാലത്ത്
പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു 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 മൻഹജാണിത്, അല്ലെങ്കിൽ ഒരു തുർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഡക്റ്റീവ് മെത്തേഡ് ഇസ്തിംബാത്തിയ എന്നും എന്ത് ചെയ്യും ഇതിനെ പറയും. തരീഖത്തുൽ ഇസ്തിഖറാഇയ, തരീഖത്തുൽ ഇസ്തിംബാത്തിയ എന്നും പറയും. അപ്പൊ രണ്ട് കണ്ടാലും ബേജാറാവരുത്, രണ്ടൊന്നാണ്. മറ്റേത് ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ, ഖിയാസിയ എന്നൊക്കെയാണ് പറയാ. ഓക്കെ, ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? സിയർ തദ്രീസ് മിനൽ ജുസ്ഇയാത്തി ഇലൽ കുല്ലിയാത്ത്. സിയർ തദ്രീസ്, ഇതില് ടീച്ചിങ് സഞ്ചരിക്കും. മിനൽ ജുസ്ഇയാത്തി ഇലൽ കുല്ലിയാത്ത്, നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഡിഡക്റ്റീവ് മെത്തേഡ് പറഞ്ഞാൽ എന്താ? കുല്ലിയാത്തിന് ജുസ്ഇയാത്തിക്കുള്ള സഞ്ചാരാണെങ്കിൽ ഇതെന്താണ്? ജുസ്ഇയാത്തിന് കുല്ലിയാത്തിക്കാണ് പോവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? സിയാഗത്തു ഖാനൂൻ ഔ നദറിയ്യ വസ്തിൻതാജുൽ ഖാസിയ്യ മിനൽ ഹാലാത്ത് അദ്ദിറാശിയ. കുട്ടിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പല ഒക്കേഷനുകളെയും ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പൊ ആദ്യം തന്നെ ഇപ്പൊ ഒരു കുട്ടിനോട് പറയാണ്, നീ വീട്ടിൽ നിന്ന് എത്തിയില്ലേ, എങ്ങനെ, പിന്നെ ആരെത്തിയത്? അപ്പോ കുട്ടിയുടെ പേര് പറയും, വസലത്ത് ഫാത്തിമത്തു ഇലൽ മദ്രസ. എന്നിട്ട് അത് ബോർഡിൽ എഴുതിയതിനു ശേഷം അതെന്താ ഫാത്തിമത്തു എന്ന് വരാൻ കാരണം, എന്നിട്ട് അതിനെ വിശദീകരിച്ചതിന് ശേഷം അങ്ങനെ ഒരു ഫെയില് ചെയ്താൽ, ഇപ്പൊ ഒരു ഫാത്തിമ ഒരു ഫെയിലാണ് ചെയ്തത്, ആ ഫെയില് ചെയ്ത ആളാണ് ഫാഇല്, എന്നിട്ട് എന്ത് ചെയ്യും? കുല്ലു ഫാഇലിൻ മർഫൂഉൻ എന്ന കായികയിലേക്ക് എത്തും. അപ്പൊ അതാണ് ജുസ്ഇയാത്ത്. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി. അപ്പൊ വേറൊരു ഉദാഹരണം കുട്ടിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തായിരിക്കും? വളരെ എളുപ്പമായിരിക്കും. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഫ്രെഡറിച്ച് ഹെർബർട്ട് എന്ന് പറയുന്ന ആളാണ് എന്നാണ് പറയപ്പെടുന്നത്, ഇതിന്റെ മുൻഷി. അപ്പോ അത് പ്രധാനമാണ്, ഒന്ന് പിന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ നന്നാവും. റബ്ത്തുൽ അംസിലത്തി ബിൽ ഖാഇദ, നമ്മൾ ഉദാഹരണത്തിൽ നിന്ന് ഖാഇദയിലേക്ക് കണക്ട് ചെയ്യുക. റബ്ത്ത് പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ. ഉദാഹരണമായിരിക്കും പ്രധാനം. ഉദാഹരണം വളരെ വൈവിധ്യമുള്ള ഉദാഹരണങ്ങൾ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടിയുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്ത് ഖാഇദയിലേക്ക് എത്തുന്ന ഒരു 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 സ്വഭാവമായിരിക്കും ഇതിന് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഫവായിദ് എന്താണ്? ഒരുപാട് ഫവായിദ് ഉണ്ട് അല്ലെ. ത്വരീഖത്തുൽ ഇസ്തിഖറാഇയ്യക്ക് ഒരുപാട് ഫവായിദ് ഉണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ഫവായിദ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തുസീർ ലദ അത്തുല്ലാബ് ഖുവ്വത തഫ്കീർ, കുട്ടിക്ക് ചിന്തിക്കാനുള്ള ശേഷി ഇതിൽ കുറച്ചുകൂടി കൂടും. കാരണം എന്താന്ന് വെച്ചാൽ എളുപ്പം കുട്ടിക്ക് മുദ്റക്കായ, കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യത്തിൽ നിന്നാണ് കോംപ്ലക്സിറ്റിയിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കല്ല പോകുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കുട്ടിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം ആയതുകൊണ്ട് കുട്ടിക്ക് മനസ്സിലായി പതുക്കെ അത് മശക്കത്തിലേക്കായിട്ടുള്ള കായികയിലേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? തവാസുൻ നടത്താൻ പറ്റും, ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും, വളരെ വൃത്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കുട്ടിക്ക് പുതിയ ഉദാഹരണങ്ങൾ കൊണ്ടുവരാനും പുതിയ ഇബാറാത്തുകൾ രൂപപ്പെടുത്തിയെടുക്കാനും ഇത് കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ശേഷി വർദ്ധിക്കും. തഅഖുദുഹും തദ്രീജിയൻ ഇലൽ ഹഖീഖ, കുട്ടിയെ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുക? ഹഖീഖത്തിലേക്ക് എത്തിക്കുക. തദ്രീജി എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഇറങ്ങിയത് തദ്രീജി ആയിട്ടാണ് എന്ന് പറയാറുണ്ട് പൊതുവെ. എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് ഇറങ്ങിയത് അല്ലെ. മക്ക കാലഘട്ടം, മദീന കാലഘട്ടം എന്നൊക്കെ പറയുന്ന പോലെ. എന്നതുപോലെ കുട്ടിയെ ഹഖീഖത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഫാക്ടിലേക്ക് കുട്ടിയെ എത്തിപ്പിക്കുക ഘട്ടം ഘട്ടമായിട്ടായിരിക്കും. ആദ്യം തന്നെ എന്ത് ചെയ്യൂല? പ്രയാസമുള്ള സാധനം ഇട്ട് കൊടുത്തിട്ട് കുട്ടിയെ പഠിപ്പിക്കൂല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ചെയ്യുക. തത്ബീഖുഹ സഹ്ലുൻ ജിദ്ദൻ, കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു മെത്തേഡാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എളുപ്പമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അധ്യാപകന് കുറച്ച് പണിപ്പെടേണ്ട സംഗതിയായിരിക്കും. ഓരോ ദിവസവും പോയിട്ട് ഉദാഹരണം കണ്ടെത്തുക, ഈ ഉദാഹരണം ഒന്നും കഴിഞ്ഞ ദിവസം പറയാതിരിക്കുക അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളില് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഉദാഹരണം പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ പറയും, ഇത് ഉസ്താദ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നെ നമുക്ക് സൂചന തരും. അപ്പൊ അങ്ങനെ ഉദാഹരണം പറയാതെ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും ഉദാഹരണങ്ങൾ കണ്ടെത്താൻ, പക്ഷെ കുട്ടികൾക്ക് ഉദാഹരണത്തിലൂടെ ക്യാച്ച് ചെയ്യാൻ വലിയ സാധ്യതയായിരിക്കും. അതാണ് അവിടെ എളുപ്പമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? പുതിയ പുതിയ ഉദാഹരണങ്ങളും അംസിലകളൊക്കെ കണ്ടെത്തി, രസകരമായ അംസിലകളൊക്കെ കണ്ടെത്തിയിട്ട് കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഫാക്ടുകൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക ഒരാളാണ്. ഇതിന്റെ ഖുതുവാത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ പിന്നെ അതിന്റെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ തഹ്ലീർ യുഹയ്യുൽ മുഅല്ലിമു തുല്ലാബഹു ലിതഖബ്ബുൽ മാദ ജയ്യിദ, കുട്ടിയെ വിഷയം സ്വീകരിക്കാൻ വേണ്ടി കുട്ടിയെ തയ്യാറാക്കുക. അപ്പൊ ആദ്യം തന്നെ പോയിട്ട് പിന്നെ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട്
നിങ്ങൾക്ക് ഫാഇൽ എന്താണെന്ന് അറിയോ? ഫാഇലിന്റെ കായികയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് ചോദിക്കലല്ല നമ്മൾ നടത്തേണ്ടത്. അതേസമയം കുട്ടിയെ രസകരമായിട്ട് ഒരു 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 പുറത്തുനിന്നുള്ളൊരു സംഗതിയൊക്കെ പറഞ്ഞ് കുട്ടിയെ പതുക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് അറ്റൻഷൻ സീക്കിംഗ് ഒക്കെ കിട്ടിയതിന് ശേഷം ഒരു 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 തഹ്ലീർ അവിടെ ഉണ്ടാവണം. രണ്ടാമത്തത് അർളാണ്. അർളാണ് സ്ക്രീൻ ചെയ്യുക. എന്താണ്? യുഅരിദുൽ ഹഖായിഖ് വൽ അൻസില അൽ ജുസ്ഇയ്യ അബിൽ അസ്ഇല ഔ ഗൈരിഹാ മുതഅല്ലിഖ ബിദ്ദർസ്. ദർസിന്ന് പാടത്തുനിന്ന് തന്നെ വേണമെന്നില്ല, നമ്മുടെ ചാപ്റ്ററിൽ തന്നെ വേണമെന്നില്ല, പുറത്തുനിന്ന് അംസില കൊണ്ടുവന്നിട്ട് വളരെ ജൈവികമായിട്ടുള്ള രസകരമായിട്ടുള്ള അംസിലകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ആ ഫാക്ട് വിശദീകരിച്ച് ആ അംസില വിശദീകരിച്ച് കായികയിലേക്ക് എത്തുക. അറബത്തു അബിൽ മുവാസന. ഉദാഹരണം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഉദാഹരണം പറഞ്ഞാൽ പോരാ, ഉദാഹരണം ഒരു വഴിക്കും കായിക ഒരു വഴിക്കും ആവരുത്. മൂന്നാമത് എന്താണ്? അറബത്തു അബിൽ മുവാസന, റബത്തു ബൈനൽ അംസിലത്തി വൽ ഖാഇദ. എന്ത് ചെയ്യണം? ആ ഉദാഹരണത്തെ കൃത്യമായിട്ട് കായികയിലേക്ക് കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ? ആ അംസില നന്നായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണം, നന്നായിട്ട് പരിശോധിക്കണം, ഹോംവർക്ക് എടുക്കണം. നമ്മൾ പറഞ്ഞ ഉദാഹരണം കുട്ടിക്ക് കൂടുതൽ കോംപ്ലക്സിറ്റി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ മെത്തേഡ് ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ അത് പ്രധാനമാണ്. ഖുത്വാത്തിൽ മറ്റൊരു സംഗതി പിന്നെ തഅമീം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞത്? തഹ്ലീർ കഴിഞ്ഞു, അർള് കഴിഞ്ഞു, റബ്ത്ത് അബിൽ മുവാസന കഴിഞ്ഞു. പിന്നെ എന്താണ്? അത്തഅമീം അബിൽ ഇസ്തിൻതാജ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ജനറലൈസ് ചെയ്യുക. തഅമീം എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്യുക. യസ്തൻതിജു ത്വാലിബു ഖാഇദത്തൻ മുഅയ്യനതൻ ബിമുസാഅദത്തിൽ മുഅല്ലിം. മുഅല്ലിമിന്റെ സഹായത്തോടു കൂടി കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി തന്നെ കായിക കിട്ടും പറഞ്ഞിരും. നമ്മള് പിന്നെ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞു കൊടുത്തിട്ട് 5 ഉദാഹരണമൊക്കെ ഫായിലാണ് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആ ലൊമ്മ് വരുന്ന പിന്നെ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് അല്ലേ ഫായില് എന്ന് പറയുന്ന ഒരു കോലത്തിലേക്ക് എത്തും. അങ്ങനെ നമുക്ക് കുട്ടികളെ കൊണ്ട് ജനറലൈസ് ചെയ്ത് പറയിപ്പിക്കാൻ കഴിയുന്ന ഒരു ഘട്ടമാണ് തഅമീം എന്ന് പറയുന്നത്. അഞ്ചാമത്തത് തത്ബീഖ്. തത്ബീഖ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. കുറച്ചുകൂടി ഹുവ ഫഹ്സു സിഹ്ഹത്തി റബ്ത്ത് وبين الأمثلة والقاعدة فإذا فهم الطلاب الموضوع جيدا يستطيعون أن يطبقوا عليه تطبيقا جيدا. കുട്ടിക്ക് കണക്ട് ചെയ്ത് കൊടുത്ത ഉദാഹരണം, ആ ഉദാഹരണത്തിന്റെ സിഹ്ഹത്ത്, അതിന്റെ കറക്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കണം. എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുക എങ്ങനെ? കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നതിനെ ആസ്പദിച്ചിരിക്കും. കുട്ടിക്ക് അത് നന്നായിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉദാഹരണം സക്സസ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഉദാഹരണത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഉദാഹരണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തത്ബീഖ് എന്ന് പറയുന്ന മർഹല, ഖുത്വത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അതാണ് ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ്, സ്പെസിഫിക് ടു ജനറൽ ആണ്. മിനൽ ആമി ഇലൽ ഖാസ്, മിനൽ ജുസ്ഇ ഇലൽ കുൽ, റബ്തു ബിൽ അംസില മഅ അൽ ഖാഇദ എന്നൊക്കെ നമുക്ക് അതിന് പറയാം. അതിന്റെ ഖുത്വാത്തുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ത്വരീഖത്തുൽ ഇൽഖാഇ അവിൽ മുഹാദറ. ഇതും PSCക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖല ആണ്. ത്വരീഖത്തുൽ ഇൽഖാഇ അവിൽ മുഹാദറ നമ്മളൊക്കെ ചിലപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കും, ലെക്ചർ മെത്തേഡ്. ഹി അഖ്ദമു തുർക്ക് തദ്രീസ്. ഇതൊരു തുർക്ക് തഖ്ലീദിയാണ്. അഖ്ദമു തുർക്ക് തദ്രീസ് എന്ന് പറഞ്ഞാൽ ഒരു 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 പഴയ കാലത്തെ അല്ലെങ്കിൽ പഴക്കം ചെന്ന ഒരു 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 പിന്നെ ടീച്ചിങ് മെത്തേഡ് ആണ്. വകാനത് മുർതബിതതൻ ബിഅദ്മി വുജൂദി കുതുബിൻ തഅലീമിയ. ഇത് കാര്യമായിട്ട് മുഅല്ലിമീങ്ങൾ ഫോളോ ചെയ്തിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് എന്താ? ബുക്കുകൾ അത്ര സുലഭമായിട്ട് കിട്ടാത്തൊരു ഘട്ടമായിരുന്നു. ശരിക്കും ബുക്ക് ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മുഹാദറ എത്താൻ പാടില്ല. കുറച്ചുകൂടി രസകരമായിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. അപ്പോ ബുക്കില്ലാത്തൊരു കാലത്ത് പ്രാക്ടീസ് ചെയ്തു പോന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ത്വരീഖത്തുൽ ഇൽഖാ അവിൽ മുഹാദറ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ലാ തസാലു മിൻ അക്തരി തുറുഖ് ശുയൂഅൻ ഹത്തലാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു തുർക്ക് കൂടിയാണ് എന്ത്? ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെ? ആരെ നോക്കിയാലും നമുക്ക് കോമൺലി അധികം അധ്യാപകരെടുത്ത് നോക്കിയാലും ലെക്ചർ മെത്തേഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ ക്ലാസ് ഇങ്ങനെ ലെക്ചർ ചെയ്ത് കൊടുക്കുക, സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുക, ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, കുട്ടി സമയമായിട്ട് ഇരിക്കുക, അതിലപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മൾ പുതിയ കാലത്ത് ത്വരീഖത്തുൽ ഇൽഖാ എന്ന് പറയുന്നത് അതൊരു ഫഅാലായിട്ടുള്ള മേഖലയല്ല, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സംഗതിയല്ല. പുതിയ കുട്ടികൾക്ക് ത്വരീഖത്തുൽ ഇൽഖാ തീരെ ഫ്രണ്ട്ലി അല്ല എന്നാണ് പുതിയ കാലത്തെ പഠനങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടി ഇരിക്കൂല, കുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുട്ടിയുടെ സൈക്കോളജിക്കൽ ഡിസ്പാരിറ്റീസ്, കുട്ടികളുടെ മെന്റൽ ഡിസ്പാരിറ്റീസ് ഒക്കെ ധാരാളമുള്ള കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൽ അറ്റൻഷൻ കൊടുത്തിരിക്കാൻ സാധ്യത വളരെ കുറവാണ്.
വഹിയ ഖിയാമുൽ മുഅല്ലിം ബിൽഖാഇൽ മഅലൂമാത്ത് വൽ മആരിഫ് മിൻ ഖിബൽ അൽ മുഅല്ലിം. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും, നിന്നതിന് ശേഷം ഇൽഖാഉൽ മഅലൂമാത്ത്, നമ്മൾ ഇൻഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അവതരിപ്പിക്കും. വൽ മആരിഫ്, നോളജസ്, മിൻ ഖിബലിൽ മുഅല്ലിം, അധ്യാപകന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ ഇതൊരു കേവലാവതരണമാണ് ത്വരീഖത്തുൽ ഇൽഖാ എന്ന് പറഞ്ഞാൽ. ഇത് ഏതൊക്കെയാണ് പിന്നെ ത്വരീഖത്തുൽ ഇൽഖാഇന് ഉദാഹരണങ്ങൾ? മുഹാദറ, ശറഹ്, വസ്ഫ്, ഖസസ്. മുഹാദറകളിൽ ഓരോ സെഷൻസ് എടുക്കുക, ഷർഹ് കൊടുക്കുക. ഷർഹ് കൊടുക്കുക പറഞ്ഞാൽ ഓരോന്നിന്റെ വിശദാംശങ്ങൾ പറഞ്ഞെടുക്കുക. വസ്ഫ്, ഒന്നിനെ വിശദീകരിക്കുക. ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. അൽ ഖസസ്, കഥ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ത്വരീഖത്തുൽ ഇൽഖാ. ഖസസ് എന്ന് പറയുന്നത് നമുക്ക് ഇൽഖാഇ സ്വഭാവത്തിൽ നടത്താം. അതേപോലെ തന്നെ ത്വരീഖത്തു ഇസ്തിഖ്റായി സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു തവാസുലി സ്വഭാവത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ കഥകൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മളൊക്കെ കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവത്തിലാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അത് ഇൽഖായി ആവൂല കേട്ടോ, അത് ഇൽഖായി ആവൂല. കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ റെസ്പോൺസ് മേടിച്ചിട്ട് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമല്ലോ, അത് ഏറ്റവും തവാസുലി ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മളിങ്ങനെ ഒരു കേവലമായിട്ടുള്ള പറഞ്ഞു കൊടുക്കലെങ്കിലായിരിക്കും അത് മുഹാദറയായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതില് ഇതിന്റെ ഉയൂബാണ് നോട്ട് ചെയ്യേണ്ടത്. മസായ നമുക്ക് ഇഷ്ടം പോലെ പറയാൻ പറ്റും. പിന്നെ മസായ എന്താന്ന് വെച്ചാൽ അധ്യാപകന്റെ സ്കില്ല് വർദ്ധിക്കും, അതേപോലെ തന്നെ പിന്നെ ഭാഷ വർദ്ധിക്കും, കുട്ടിക്ക് നല്ല ഇസ്തിമാഇന്റെ സ്കില്ല് ഉണ്ടാകും, അതേപോലെ തന്നെ കുറച്ച് ജുഹദേ വേണ്ടുള്ളൂ, അങ്ങനെയൊക്കെ അതിന് പറയാം. പക്ഷെ പിന്നെ ഇതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഉയൂബ് എന്താന്ന് വെച്ചാൽ ഇജ്ഹാദുൽ വ ഇർഹാഖുൽ മുഅല്ലിം. മുഅല്ലിമിന് എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം മുഴുവൻ സമയം മുഅല്ലിം ബെല്ലടിച്ചാൽ മുഅല്ലിം സംസാരിച്ച് തുടങ്ങാൻ, പിന്നെ ബെല്ല അവസാനിക്കുന്നത് വരെ ലെക്ചറിങ് ആണ്. അപ്പൊ നമുക്ക് സമയം പൂർത്തിയാക്കണമല്ലോ, ഈ കണ്ടന്റ് പൂർത്തിയാക്കണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ലെക്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ എടുക്കേണ്ടി വരും. കാരണം ഈ സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് പൂർത്തിയാക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ എഫേർട്ട് വരും എന്ന് മാത്രമല്ല, ഇർഹാഖുൽ മുഅല്ലിം, അധ്യാപകന് ഇത് ഭയങ്കര ഒരു ഫാറ്റിഗായി മാറും, മടുപ്പായി മാറും. എന്ന് പറഞ്ഞാൽ കുറെ സമയം ഇങ്ങനെ പറഞ്ഞ് എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ ധാരണക്കുറവ് വരും. കാരണം ഓഡിയൻസിൽ നിന്ന് അല്ലെങ്കിൽ സാമയിങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മടുപ്പുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. അതേപോലെ തന്നെ മൗഖിഫുൽ മുതഅല്ലിമി ഹുവ മൗഖിഫുൻ സൽബിയുൻ ഫി അമലിയത്തി തഅല്ലും വഹുവ യഅ്തമിദു ദായിമൻ അലൽ മുഅല്ലിം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, കുട്ടിയുടെ റോൾ എന്താണ് ഇതിൽ? കുട്ടിയുടെ റോൾ എന്ന് പറയുന്നത് മൗഖിഫുൻ സൽബിയുൻ, നെഗറ്റീവ് റോളാണ്. ഫി അമലിയത്തി തഅല്ലും വഹുവ യഅ്തമിദു ദായിമൻ അലൽ മുഅല്ലിം. എപ്പോഴും അധ്യാപകനിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. അധ്യാപകൻ എന്താണോ സ്പൂൺ ഫീഡ് ചെയ്തത്, അധ്യാപകൻ എന്ന് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്, അതാണ് കുട്ടിയുടെ നിലപാട്. കാരണം എന്താ, കുട്ടിയുടെ മൗഖിഫ് പറയാനുള്ള ഒരു അവസരമില്ല ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ മുഅല്ലിം. ഈ പീരീഡ് കഴിയുന്നത് വരെ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കുട്ടിയുടെ അഭിപ്രായം ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു അഭിപ്രായത്തോട് കുട്ടിയുടെ ഒരു മൗഖിഫ് എന്താണ് എന്ന അഭിപ്രായത്തെ മാനിക്കാൻ അവിടെ സമയം കണ്ടെത്തൂല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പറയാറുണ്ട്, ഇപ്പൊ നമ്മള് പിന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എടുക്കുകയും കുട്ടികളുടെ അഭിപ്രായങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു എൽമിന് ഹിദ്ദത്ത് ഉണ്ടാവുക, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ഹിദ്ദത്ത് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടും. മിലൽ, കുട്ടികൾക്ക് എന്ത് ഭയങ്കര ബോറാവും, ഇങ്ങനെ കേൾക്കും, എല്ലാറ്റിനും തലാട്ടി തരും. ഫുർസത്തുൽ ഇഷ്തിറാഖ്, അതേപോലെ തന്നെ അവിടെ ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യും? കുറയും. അൽഫഅൽ തിവാൽ ദർസ്, ക്ലാസ് മുഴുനീളം എന്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക്. പിന്നെ ഒരു ഹൈവിയത്തായിട്ടുള്ള ഒരു തവാസുലിയത്ത്, ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്തിറാഖിയത്ത് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. തന്നെയുമല്ല, തുഗ്ഫലു റഗബാത്തു തുല്ലാബി വൽ ഫുറൂഖ് അൽ ഫർദിയ ഫി ദിറാസ, കുട്ടികളുടെ തേസ്റ്റ്, കുട്ടികളുടെ ആഗ്രഹങ്ങൾ, കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അൽ ഫുറൂഖ് അൽ ഫർദിയ പ്രധാനപ്പെട്ട ഒരു ടേമാണ് കേട്ടോ. കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്തായിരിക്കും? ഈ മെത്തേഡ് അജ്ഞമാണ്. തുഗ്ഫൽ എന്ന് പറഞ്ഞാൽ അജ്ഞമാണ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ആവശ്യം എന്താണ് എന്നതിനനുസരിച്ചായിരിക്കൂല ക്ലാസ് എടുക്കുക. ക്ലാസ്സിനൊരു ജനറൽ ആയ ഒരു മെത്തേഡ് ഉണ്ടാവും. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും എല്ലാ അളവിൽ പിന്നെ ഒരേ അളവിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഓരോ കുട്ടികൾക്കും എല്ലാ കുട്ടികളെയും മനസ്സിലാക്കി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചുകൂടിയൊക്കെ ഇൻഡിവിജ്വലി അറ്റൻഷൻ കൊടുക്കേണ്ട സ്വഭാവത്തിൽ നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്യേണ്ടി വരും, ഗ്രൂപ്പിംഗ് നടക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുക, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫഅലായിട്ടുള്ള തദ്രീസ് നമുക്ക് സാധ്യമാവുക. അങ്ങനെയുള്ള കുട്ടിയുടെ ഒരു റഗബാത്തിനെയും ഒരു ആഗ്രഹത്തെയും നമുക്ക് പൂർത്തീകരിക്കാൻ
ത്വരീഖുൽ ഇൽഖായിലൂടെ സാധ്യമാവുകയില്ല എന്നതാണ്. അടുത്തത് ത്വരീഖത്തുൽ മുനാഖശ. ടീച്ചർ ഉണ്ട് അവിടെ? ടീച്ചറെ എത്ര വരെ പോവാ സമയം? ഒരു 7:45 ആകുമ്പോ നിർത്താം. ഓക്കെ. പിന്നെ ഇതിലും കുറച്ച് നോട്ട്സ് അധികം ഉണ്ടോ? ഉണ്ട്, നമുക്ക് 45 നിർത്താം. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടെന്ന് കുട്ടികൾ പറയാൻ വേണ്ടിട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്കൊന്നും വരണ്ടെന്ന് ഓർത്താ പറയാതിരുന്നു. ഓക്കെ 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 ശരി. ഓക്കെ. അതേപോലെ ത്വരീഖത്തുൽ മുനാഖശ. ത്വരീഖത്തുൽ മുനാഖശ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കഷൻ മെത്തേഡ്, ചർച്ച ചെയ്യാൻ. ഒരു വിഷയം എന്ത് ചെയ്ത ചർച്ച ചെയ്തിട്ട് പഠിക്കാം. അതിനാണ് ത്വരീഖത്തുൽ മുനാഖശ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? യുത്റഹുൽ മുഅല്ലിമു അൽ ഖദിയ്യ ബിൽ മൗളൂ വയതിമു ബഅദഹു തബാദുൽ അൽ ആറാഇൽ മുഖ്തലിഫ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഖദിയ്യത്ത്, ഒരു പ്രശ്നത്തെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുക. എങ്ങനെയാണ് പഠിപ്പിക്കുക? മുഅല്ലിം എന്ത് ചെയ്യും? ഒരു വിഷയം ഇട്ടുകൊടുക്കും. ഒരു ക്ലാസ്സിലെ കുറച്ച് ഗ്രൂപ്പാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ടീമിന് ഒരു വിഷയം ഇട്ടുകൊടുക്കും. വയതിമു ബഅദഹു തബാദുലുൽ ആറാഇൽ മുഖ്തലിഫ. എന്നിട്ട് എന്ത് ചെയ്യും? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു വിഷയത്തിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ, സോഷ്യലായിട്ടുള്ള വിഷയങ്ങളോ, അല്ലെങ്കിൽ ഒരു ആനുകാലിക പ്രശ്നമോ, അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു വിശകലനമോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിലിങ്ങനെ എന്ത് ചെയ്യുക? അതിന്റെ വ്യത്യസ്ത വശങ്ങൾ ചെറുതായിട്ട് ഒരു മുഅല്ലിം പറഞ്ഞു കൊടുക്കും. ആ വിഷയം എന്ത് ചെയ്യും? ഇട്ടുകൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക? യഖ്തളി ബിഅൻ യശ്തരിക തലാമീദ് ജമീഅൻ മുനാഖശത്തുൽ മൗദൂഇ വഅൻ യർഅസ അഹദുഹുമുൽ മുനാഖശ. എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ എന്താ ചെയ്യുക? കുട്ടികൾ അതിൽ പൂർണ്ണമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യൽ പ്രധാനമാണ്. എന്തിൽ? ചർച്ചയിൽ, മുനാഖശത്തിൽ, ആ വിഷയത്തിൽ. തന്നെയുമല്ല വഅൻ യർഅസ അഹദുഹുമുൽ മുനാഖശ, കുട്ടികളിൽ നിന്ന് ആ ഡിസ്കഷൻ ലീഡ് ചെയ്യാൻ എന്തുണ്ടാവും? കുട്ടികളിൽ നിന്ന് തന്നെ ഒരാളുണ്ടാവും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യണം? ചർച്ചയിൽ പങ്കെടുക്കണം. ആ പങ്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് ലീഡ് ചെയ്യാൻ ഒരാളുണ്ടാകും. അധ്യാപകൻ ഒരു വിഷയം ഇട്ട് കൊടുക്കുക, വിഷയത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനുശേഷമോ യുതബ്ബിഖ് ഹാദിഹി ത്വരീഖ കന്നദ്വാത് വൽ ജമാഅത്ത് സഗീറ. ഇത് പൊതുവെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുള്ളത് നദ്വകൾ, സെമിനാറുകൾ, വൽ ജമാഅത്ത് സഗീറ, ചെറിയ ചെറിയ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കഷൻ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വലിയ ഗ്രൂപ്പ് ആണെങ്കിലോ, ഒരു 10, 70, 80 സ്ട്രെങ്ത് ഉള്ള ഒരു ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ അറബി പഠിപ്പിക്കാൻ ത്വരീഖത്തുൽ മുനാഖശ നമ്മൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ചില മനുഷ്യന്മാർക്കൊക്കെ വൈഡായിട്ടുള്ള ഗ്രൂപ്പുകൾ, വൈഡായിട്ടുള്ള ക്രൗഡിനകത്തും എന്ത് ചെയ്യാൻ പറ്റും? ത്വരീഖത്തുൽ മുനാഖശ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ. ത്വരീഖത്തുൽ മുനാഖശ കോമൺലി എന്താണ്? ജമാഅത്ത് സഗീറയിലാണ്, ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലാണ് പൊതുവെ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. ഇതിന്റെ അൻവാഅകൾ, ത്വരീഖത്തുൽ മുനാഖശിന്റെ വ്യത്യസ്ത സ്വഭാവത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതിലൊന്നാണ് അൽ മുനാഖശത്തുൽ ഹുറ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസ്കഷനുകൾ. എന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു വിഷയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ചിലപ്പോ പിന്നെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. ഇന്ന സ്ഥലത്തായിരിക്കില്ല, ഒരു ഫ്രീ ആയ ഒരു എൻവയോൺമെന്റിലായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ മാറ്റിന്റെ വീട്ടിലായിരിക്കും. അതേപോലെ തന്നെ ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചിലപ്പോ ഇന്ന ആളുകളെ, സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് അഭിപ്രായത്തെ സ്വരൂപിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന മെത്തേഡൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും എന്ത് ചെയ്യുക? അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും. അതാണ് ഹുറത്തുൽ പിന്നെ മുനാഖശ അൽ ഹുറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് അൽ മുനാഖശത്തുൽ മദ്ബൂത്തത്തു ജുസ്ഇയ്യൻ, പാർഷ്യലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള. ജുസ്ഇയ്യൻ, മദ്ബൂത്തത്തു ജുസ്ഇയ്യൻ എന്ന് പറഞ്ഞാൽ പാർഷ്യലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, കുറച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള മുനാഖശകളാണ്. അപ്പൊ അതിലൽപ്പം എന്തുണ്ടാവും? ഒരു നിർണിതമായ സ്ഥലം ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു നിർണിതമായ മൗദു ഉണ്ടാവും, ഒരു നിർണിതമായ സമയം ഉണ്ടാവും. ചിലപ്പോൾ എല്ലാവരും സ്ട്രക്ചേർഡ് ആയിക്കോളുന്നില്ല. ചിലപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാം എന്നുള്ള കാര്യം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. അങ്ങനെ പാർഷ്യലി ചില കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ആയിരിക്കും, ചില കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ആയിരിക്കില്ല. അതിനാണ് അൽ മുനാഖശത്തുൽ മദ്ബൂത്തത്തു ജുസ്ഇയ്യൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അൽ മുനാഖശത്തുൽ മദ്ബൂത്ത, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ട് സ്ട്രക്ചേർഡ് ആയിരിക്കും. അതിലെടുക്കുന്ന പിന്നെ അറ്റൻഡൻസ്,
അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരായിരിക്കണം, അതിന്റെ വിഷയം എങ്ങനെ ആയിരിക്കണം, അതിന്റെ വിഷയത്തിന്റെ ഇന്ന ജുസ് ആര് പറയണം, അതിന്റെ ടൈം ഇങ്ങനെ ആയിരിക്കണം, ഏത് സമയത്ത് ഏത് വിഷയം ചർച്ച ചെയ്യണം, അതെങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യണം, അതിന്റെ മോഡറേറ്റർ ആയിരിക്കണം, ഇതിന്റെ പിന്നെ അതിന്റെ ഒരു 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 കൺക്ലൂഷൻ എങ്ങനെ ആയിരിക്കണം എന്നതൊക്കെ എന്തായിരിക്കും അവിടെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും. അപ്പൊ അതാണ് അൽ മുനാഖശത്തു അൽ മദ്ബൂത്ത എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡ് ഓക്കെ എന്നാണ് വിചാരിക്കുന്നത്. കുറച്ചധികം പറയേണ്ടതുണ്ട് എന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്ക് പൊതുവെ സ്പീഡിൽ എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പറഞ്ഞു പോണല്ലോ. അപ്പോ ഇതില് ഇപ്പൊ 3 കാര്യങ്ങൾ അൻവാകൾ ഓർത്തു വെക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മുനാഖശത്തുൽ ഹുറനെ കുറിച്ചൊക്കെ വിശദീകരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മദ്ബൂത്തത്ത് ജുസ്ഇയ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഇൻഡിപെൻഡന്റ് ഡിസ്കഷൻ, പാർഷ്യലി സ്ട്രക്ചേർഡ് ഡിസ്കഷൻ, ഇതൊക്കെ ക്ലിയർ ആയിട്ട് പോകണേ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിന്റെ ഹുത്വാത്താണ്, മുനാഖശയുടെ സ്റ്റെപ്പുകൾ എന്താ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള ഒരു മുനാഖശയുടെ ഹുത്വാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തഹ്ദീദുൽ മക്കാൻ. തഹ്ദീദുൽ മക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം നിർണയിച്ചിരിക്കും, എവിടെയാണ് നടക്കേണ്ടത്, ഏത് കാലത്താണ്, ഏത് ഹാളാണ്, ഏത് സ്ഥലമാണ്, ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ ഒക്കെ തീരുമാനിക്കും. അതുപോലെ തന്നെ തഹ്ദീദുൽ മൗദൂ വ തുവദ്ദിഹു അഹ്ദാഫുഹു പിന്നെ വതുവല്ലഹു അഹ്ദാഫുഹു എന്ന് പറഞ്ഞാൽ വിഷയം കൃത്യമായി നിർണയിക്കും, ഏത് മേഖലയിൽ നിന്നാണ് ഏത് വിഷയമാണ് ചർച്ചയ്ക്ക് വരുന്ന പിന്നെ ആളുകൾ പഠിച്ചു വരേണ്ടത് എന്ത് ചെയ്യും, തഹ്ദീദ് ചെയ്യും. തുവല്ലഹു അഹ്ദാഫുഹു, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ചർച്ചയുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് ഒബ്ജക്റ്റീവ് നേരത്തെ എന്തുണ്ടാകും, ഈ ചർച്ച പാനലുകൾക്ക് ഉണ്ടാകും. അപ്പൊ ആ ഒബ്ജക്റ്റീവിനെ വെച്ച്, ആ ലക്ഷ്യത്തെ വെച്ചിട്ടായിരിക്കും ഈ ചർച്ച റൂട്ട് ചെയ്യപ്പെടുക. പിന്നെന്താ, തദ്രീബു തലാമീദ് അലാ ത്വരീഖത്തിൻ തഫ്കീർ സലീം വ തഅബീർ അൻ റഅയ് അൽ ഖാസ് ബിഹി. അതേപോലെ തന്നെ ഇതിൽ നടക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചു വരണം, അത് പ്രാക്ടീസ് ചെയ്തു വരണം. വ തഅബീർ അൻ റഅയ്, ഓരോരുത്തരും അവരുടെ അഭിപ്രായം എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. അൽ ഖാസ് ബിഹിം, ഓരോരുത്തർക്കുമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയണം. അപ്പൊ അത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തേലൊക്കെ പറഞ്ഞു പോവുക എന്നുള്ളതായിരിക്കും. അങ്ങനെ പറയരുത്. എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചിട്ട് വേണം വരാൻ. 4ാമത്തെ എന്താ, ഇഖ്തിയാർ അഹ്സനുൽ മറാജി അൽ മുനാസബ ലിൽ മുനാഖശ. ചർച്ചക്ക് വിഷയസംബന്ധമായിട്ട് ഏറ്റവും നല്ല റിസോഴ്സുകളിൽ നിന്ന് കോട്ട് ചെയ്ത് പഠിച്ച് റെഫർ ചെയ്തിട്ടായിരിക്കണം വരേണ്ടത്. നമ്മളെ അഭിപ്രായം ആയിരിക്കില്ല ചിലപ്പോൾ എന്ത് വേണ്ടി വരിക, മുനാഖശക്ക് വേണ്ടി വരിക. കുറച്ചുകൂടി ഇതിനെ അനലൈസ് ചെയ്ത ബുക്കുകളിൽ നിന്ന് റെഫറൻസുകൾ എടുത്തിട്ട് വേണം നമ്മുടെ ചർച്ചയെ എന്ത് ചെയ്യേണ്ടത്, ആക്റ്റീവ് ആക്കേണ്ടത്. പിന്നെന്താ, തൻലീമു മാദ്ദത്തിൻ അൽ മുനാഖശ തൻലീമിയൻ തർബവിയൻ. ഭയങ്കര വളരെ ഒരു കൃത്യമായ സ്ട്രക്ചർ ഇതിന് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. പിന്നെ കൃത്യമായിട്ട് ഇതിന് മൊത്തത്തിൽ ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഡ്യൂറേഷന്, മൗദൂ, സിറ്റിംഗ് അറേഞ്ച്മെന്റുകള്, പിന്നെ ഇതിന്റെ ഹദൂർ, ഇതിന് വരേണ്ട ഗസ്റ്റുകൾ, ഇങ്ങനെ മൊത്തത്തിൽ അത് സിസ്റ്റമാറ്റിക് ആണെന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ അൽ ഇൽത്തിസാമുൽ കുല്ലി ബിൽ ഹുദൂരി ഖബ്ല ബദ്ഇൽ മുനാഖശ. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, മുഴുവൻ ആളുകളും പാർട്ടിസിപ്പൻസും അവിടെ എത്തിയിരിക്കണം. ഇടയിൽ വരുന്ന സാഹചര്യം ഉണ്ടാവരുത്. അത് ചർച്ചയുടെ സുഗമമായിട്ടുള്ള ഈ മെത്തേഡിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ അത് ബാധിക്കും. മറ്റൊന്ന് അദുമു സുഖ്രിയത്ത് മിന തലാമീദി അല്ലദീന ലാ യഖിഫൂന ഫി തഅബീരി സ്വഹീഹ്. അതേപോലെ തന്നെ ചില കുട്ടികളൊക്കെ അഭിപ്രായം പറയുമ്പോൾ ഒരു പറയുന്ന അഭിപ്രായം ജാമ്യവും മാന്യവും ആയിക്കൊള്ളുന്നില്ല, കൃത്യതയുള്ള അഭിപ്രായങ്ങളായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യരുത്, അപ്പുറത്തുനിന്ന് കളിയാക്കരുത്. അങ്ങനെ കളിയാക്കിയാൽ ഈ മെത്തേഡ് എന്താകും, ഫാഷിലാകും, പരാജയപ്പെട്ടു പോകും. കാരണം കുട്ടികൾക്ക് അവരുടെ തവാസുലി മഹാറ, അവർക്കുള്ള കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വളർത്തിയെടുക്കുക എന്നതൊക്കെയാണല്ലോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് തെറ്റൊക്കെ പറയും. ആ തെറ്റൊക്കെ പറയുന്നത് അവരെ പിന്നെ ഏറ്റവും പൊളൈറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ ഇതിന്റെ കണ്ടന്റിലേക്ക് കൊണ്ടുവരാണ് വേണ്ടത്. മൊത്തത്തിൽ എന്തുണ്ടാവണം, ഈ കാഅത്ത്, ഈ ഹാളിന്, ചർച്ച നടക്കുന്ന ഹാളിന്, ഇവിടെ നടക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു മാഹൗൽ ഉണ്ടാവണം. അവിടെ വേറെ ആളുകൾ കുറെ പണിയെടുക്കുകയും കുറച്ച് ആളുകൾ ചർച്ച ഫോക്കസ് ചെയ്യുകയും മൊത്തത്തിൽ ഈ ചർച്ചയുടെ ഒരു ഹൈവിയത്തിനെ നഷ്ടപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള ഡിസ്റ്റർബൻസ് ഇതിൽ ഉണ്ടായാലും ത്വരീഖത്തുൽ മുനാഖശ എഫക്റ്റീവ് ആവുകയില്ല എന്നതാണ്
അപ്പൊ അത് ശ്രദ്ധിക്കലാണ് ഏറ്റവും അവസാനത്തെ ഖുതുവ എന്ന് പറയുന്നത്. ത്വരീഖത്തുൽ മുനാഖശയുടെ മസായ പ്രധാനപ്പെട്ടതാണ് തൻമീ ഇൻദൽ ഫർദി റൂഹൽ ജമാഅ. കുട്ടിക്കൊരു ഒരു 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 സോഷ്യലായിട്ടുള്ള ഒരു റൂഹ് ആ കുട്ടിക്ക് ഉണ്ടാകും. എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, തന്റെ അഭിപ്രായത്തിനപ്പുറത്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള ഒരു സോഷ്യൽ സ്കില്ല് ഇതിലൂടെ ഉണ്ടാകും. അന്നുമു വൽ അഖ്ലി വൽ മഅരിഫി, കുട്ടിയുടെ ഒരു ഇന്റലക്ച്വൽ ആൻഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അഖ്ലി പറഞ്ഞാൽ ഇന്റലക്ച്വൽ, മഅരിഫി പറഞ്ഞാൽ കൊഗ്നിറ്റീവ്. ഇത് രണ്ടും വർദ്ധിക്കും. മിൻ ഖിലാലിൽ ഖിറാഅത്തി ഇസ്തിഅദാദി ലിൽ മുനാഖശ, ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുട്ടി എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കും. അപ്പൊ അത് പഠിക്കുമ്പോൾ പഠിക്കാതെ വന്നാൽ ബേജാറാവും, കാരണം എന്താണ് അവിടെ പറയാന്നുള്ള കൺഫ്യൂഷൻ കുട്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരും. ഇത് പഠിക്കുമ്പോൾ കൂടുതൽ മറ്റുള്ളവരെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന മുനാഖശയുടെ നുക്കാത്തുകൾ എന്തൊക്കെയെന്ന് ഒരു കുട്ടി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള കുട്ടിയുടെ ശേഷി വർദ്ധിക്കും. ഇന്നഹ വസീലത്തുൻ മുനാസബത്തുൻ ലിതദ്രീബി തലാമീദി അലാ ഉസ്ലൂബി ശൂറ വദ്ദിമോക്രാത്തിയ വദ്ദിമുവി ദാത്ത് മിൻ ഖിലാലിൽ ഖുദ്റ അലാ തഅബീരി അൻഹ. കുട്ടി ഈ ഡിസ്കഷനിലൂടെ പങ്കെടുത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നതിലൂടെ കുട്ടിക്ക് ഒരു ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ്, ഒരു ഡിസ്കഷണൽ സ്കില്ല് കുട്ടിക്ക് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ഇഹ്തിറാം ചെയ്യാനൊക്കെ കഴിയും. ഉയൂബ് എന്താണ്? ഇജ്ബാറു അദദിൻ ഖലീലിൻ മിന തലാമീസ് ലിൽ അമലി കുല്ലി. ഇതാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഉയൂബ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഉയൂബ് എന്താ? കുറച്ച് ഇതിനോട് തശവ്വുക്കുള്ള താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് പങ്കെടുക്കുക. ബാക്കിയുള്ളവരൊക്കെ ഇടമുണ്ടാതിരിക്കും. നമുക്ക് കുറെ ആൾക്കാരെ എല്ലാവരെയും ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ, ഇതിൽ ഇടപെടിപ്പിക്കാൻ നമുക്ക് വലിയ പരിമിതി ഉണ്ടാവും. ഖദ് തുജ്റ അൽ മുനാഖശ ബി ഉസ്ലൂബിൻ ഗൈരി ഫഅാലിൻ മിമ്മാ യുഅദ്ദി ഇലാ ഹദരിൽ വഖ്തി വൽ ജുഹദ്. മോൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. അങ്ങനെ എഫക്റ്റീവ് അല്ലാത്ത ആളുകൾ, ഇതിനോട് തശവ്വുക്കുള്ളാത്ത ആളുകൾ, ഇതിനോട് ആഗ്രഹമില്ലാത്ത ആളുകൾ ഇതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇജ്ബാരിയായിട്ട് നിർബന്ധമായിട്ട് ഇതിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നോൺ എഫക്റ്റീവ് ആയിരിക്കും ഇതിൽ നടക്കുക. അപ്പൊ മിമ്മായി അദ്യ അത് എത്തിക്കും എവിടെ? ഇല ഹദ്രിൽ വക്തി വൽ ജുഹദ്, നമ്മുടെ വലിയൊരു എഫേർട്ടും നമ്മുടെ വലിയൊരു സമയം നഷ്ടപ്പെടുത്തി കളയുന്ന സ്വഭാവത്തിലേക്ക് അത് മാറും എന്നതാണ് മുനാഖശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നമ്മൾ മുനാഖശ നടക്കുകയാണെങ്കിൽ പിന്നെ ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ട് അത് നടക്കണം. അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പ്രിപ്പറേഷനിലുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾ നേരെ നോക്കി വരാത്ത പ്രശ്നങ്ങൾ, കുട്ടിയെ അദായി ചെയ്യാൻ ചില ആളുകൾക്ക് നന്നായിട്ട് എന്തുണ്ടാവും, കുട്ടികളെ പ്രസന്റ് ചെയ്യാൻ കൃത്യമായിട്ട് അവരെ റൂട്ട് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതെന്ത് ചെയ്യാവും, നമ്മുടെ ഒരു സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നായിട്ട് അത് മാറും. അതേപോലെ തന്നെ തുകയാനു ഫാഇലിയത്തുൽ മുഅല്ലിം ഫിൽ മുനാഖശ അലാ ഫാഇലിയത്തുൽ തദ്രീസ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, അധ്യാപകന്റെ ഒരു സ്കില്ല് കുറക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അധ്യാപകന്റെ ഇൻവോൾവ്മെന്റ് എന്ത് ചെയ്യും, കുറച്ചധികം കുറയും. കുട്ടികളായിരിക്കും പല കാര്യങ്ങളും ലീഡ് ചെയ്യാതെ. അധ്യാപകന്റെ ഒരു ഫാഇലിയത്തിനെ, അധ്യാപകന്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ എന്ത് ചെയ്യും, അത് ബാധിക്കും എന്നതാണ് മറ്റൊരു സംഗതി. ഓക്കെ, 7:42 അല്ലേ സമയം. ത്വരീഖത്തുൽ ഹല്ലിൽ മുഷ്കിലാത്ത് 2 ഉണ്ട്. പിന്നെ അതുകൂടിയും പറയണോ അതോ അത് പറഞ്ഞാൽ മതിയോ? 2 ക്വസ്റ്റ്യൻ ചോദിക്കണം, എന്താ ചെയ്യണ്ടു? അതും കൂടി പറഞ്ഞേക്ക് കുട്ടികൾ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാട്ടോ. ത്വരീഖത്തു ഹല്ലിൽ മുഷ്കിലാത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വേഗം പറയുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത്, സ്പീഡ് കൂട്ടണ്ട, കുറച്ച് സ്പീഡ് കുറച്ച് പറഞ്ഞാൽ മതി. എനിക്ക് സമയം പ്രശ്നമല്ല, കുഴപ്പമേ ഇല്ല. ഇത് റെക്കോർഡഡ് ആണ്, സ്പീഡ് കുറച്ച് പറഞ്ഞാൽ മതി. ഓക്കെ ശരി. ത്വരീഖത്തു ഹല്ലിൽ മുഷ്കിലാത്ത്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ത്വരീഖത്തു ഹല്ലിൽ മുഷ്കിലാത്ത് എന്ന് പറയുന്നത്. എന്താണ് ത്വരീഖത്തു ഹല്ലിൽ മുഷ്കിലാത്ത് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഹെഡിങ് ഉള്ളതുപോലെ തന്നെ ഹിയ ഉസ്ലൂബുൻ തഅലീമിയുൻ യഅ്തമിദു അലാ തഖ്ദീമി മുഷ്കിലത്തിൻ ലിതുല്ലാബ്. കുട്ടിക്കൊരു പ്രശ്നം വെച്ചു കൊടുക്കും, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്ക് കൊടുക്കുക. വതഹ്ഫീസുഹും, അവരെന്നിട്ട് എന്ത് ചെയ്യും, അപ്രൈസിൽ കൊടുക്കും, അവരെ പ്രോത്സാഹിപ്പിക്കും. അല തഫ്കീർ അൻ-നഖദി, ഇതിനെക്കുറിച്ചൊന്ന് ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കാൻ എന്ത് ചെയ്യും, കുട്ടിയോട് പറയും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവായ വശത്തെ കുറിച്ച് ചിന്തിക്കാൻ പറയും. വൽ ഇസ്തിക്ശാഫു ലിൽ വുസൂലി ഇലാ ഹല്ലിൻ മൻതിഖിൻ ലഹ, ഇതിനെ ഏറ്റവും ലോജിക്കായിട്ട് ഇതിന് പരിഹാരം എങ്ങനെയാണ് കണ്ടെത്തുക. ഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ, പരിഹാരം. അപ്പൊ കുട്ടി ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്നം, ചിലപ്പോൾ ഒരു സോഷ്യൽ പ്രോബ്ലം ആയിരിക്കും കൊടുക്കുക, ചിലപ്പോൾ ഉദാഹരണത്തിന് ലഹരി, അങ്ങനത്തെ ഒരു ടോപ്പിക് കൊടുക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്, അല്ലെങ്കിൽ സോഷ്യലി
പിന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ കുറിച്ചുള്ള ഒരു സംഗതി ഇങ്ങനെ കൊടുത്തതിന് ശേഷം കുട്ടിയോട് ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറയും. യകൂനു തുല്ലാബു ലിത്തുല്ലാബി ദൗറൻ ഫഅാലൻ ഫി ബിനാഇ മഅരിഫതിഹി മിൻ ഖിലാൽ التحليل والاستنتاج ബദലൻ മിൻ തലഖി അൽ മഅലൂമാത്ത് ബിശക്ലിൻ മുബാശിർ. കുട്ടിക്ക് എന്ത് ചെയ്യും, ഇവിടെ വളരെ എഫക്റ്റീവായ റോൾ ഉണ്ട്. ദൗറൻ ഫഅാൽ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റോൾ ഉണ്ട്. എന്തില്? ഫി ബിനാഇ മഅരിഫതിഹിം, അവരുടെ അറിവിനെ രൂപപ്പെടുത്തുന്നതിൽ. മിൻ ഖിലാലി തഹ്ലീൽ, ഇവരിതിനെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. വൽ ഇസ്തിൻതാജ്, പല കൺക്ലൂഷനിലെ എന്ത് ചെയ്യും, അവര് രൂപപ്പെടുത്തിയെടുക്കും. ബദലൻ മിൻ തലഖിയൽ മഅലൂമാത്ത് ബിശക്ലിൻ മുബാശിർ, നേരിട്ട് കുട്ടി കുറെ ഇൽമ് റിസീവ് ചെയ്യുക, തലഖിയനെ റിസീവ് ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് കുട്ടി തന്നെ ക്രിറ്റിക്കലി ചിന്തിച്ച് ഇതിന്റെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങളിലേക്ക് കുട്ടി എത്തുവാൻ ഇത് കാരണമാകും എന്നതാണ്. ഇതിന്റെ ഖുതുവാത്ത് എന്താണ്? ഇതിന്റെ ഖുതുവാത്തും പ്രധാനമാണ്. നമ്മളൊരു പ്രോബ്ലം കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ചിന്തിച്ചു കൊടുക്കണം. അപ്പൊ അതിന്റെ ഖുതുവത്തുകൾ എന്താണ്? ഒന്ന്, തഹദീദുൽ മുഷ്കില, പ്രോബ്ലം എന്താണ് എന്നത് കൃത്യപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ പരന്ന പ്രോബ്ലം ആകരുത്. ഇപ്പൊ ലഹരി എന്ന് പറയുമ്പോൾ അതൊരു പരന്ന വിഷയമാണ്. കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായി, കുറച്ചുകൂടി കേരളം എന്നുള്ള സ്പെസിഫിക്കിലേക്ക് കുട്ടികൾ എന്ന വിദ്യാർത്ഥികൾ എന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തഹദീദിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ എന്ത് ചെയ്യണം? മുഷ്കിലത്ത് കുട്ടിക്ക് കുറച്ചുകൂടി ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിൽ തഹദീദ് ചെയ്തു കൊടുക്കണം. തഖ്ദീമു മുഷ്കിലത്തിൻ വാദിഹത്തിൻ ലിത്തുല്ലാബി തുനാസിബു മഅ മുസ്തവാഹുൽ ഫിക്രി വൽ മഅരിഫി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവസാനത്തെ മഅ മുസ്തവാഹുൽ ഫിക്രി വൽ മഅരിഫി, കുട്ടിയുടെ കൊഗ്നിറ്റീവും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടിയുടെ സ്റ്റാൻഡേർഡിന് യോജിച്ചതായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കുട്ടിക്ക് കൊടുക്കേണ്ടത്. അഡോളസന്റ് ആയ ഒരു കുട്ടി മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ 4ാം ക്ലാസ്സിൽ ചർച്ച കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. അതേപോലെ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ ചിലപ്പോ പിന്നെ ഹയർ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ടാവില്ല. അപ്പൊ ഓരോ കുട്ടികളും ഏത് ക്ലാസ് ആണ്, അവരുടെ ഒരു ട്രെൻഡ് ഓഫ് ചിന്ത എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മുഷ്കിലത്തിനെ പ്രസന്റ് ചെയ്യേണ്ടത്. പിന്നെന്താ? തഹ്ലീലുൽ മുഷ്കില, ആ മുഷ്കിലത്തിനെ വിശദീകരിച്ചു കൊടുക്കുക, അനലൈസ് ചെയ്യുക. മുനാഖശത്തുൽ മുഷ്കില വ തഹ്ദീദു അസ്ബാബിഹാ വ അനാസിരിഹാ എന്ന് പറഞ്ഞാൽ എന്താ? അത് ചർച്ചയിലൂടെ ഒന്നുകൂടി പ്രോബ്ലം എന്താണ്, അധ്യാപകൻ പറഞ്ഞു കൊടുത്ത പ്രോബ്ലം ഇതിനുണ്ടോ, അതന്നെയാണോ പ്രോബ്ലം, അതോ ഈ പറഞ്ഞ പ്രോബ്ലം ഇതിനില്ലേ എന്ന് കൃത്യമായി വിഷയത്തെ ഒന്നുകൂടി ആ മുഷ്കിലത്തിന് ഒന്നുകൂടി ഒന്ന് ഇറകീറി മുറിച്ച് പഠിക്കുന്നതിനാണ് തഹ്ലീലുൽ മുഷ്കില എന്ന് പറയാം. പിന്നെ ഇഖ്തിറാഹുൽ ഹുലൂൽ, പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. തശ്ജീഉ തുല്ലാബ് അലാ ത്വറഹി അഫ്കാരിഹിം വ ഹുലൂലിഹിമുൽ മുഖ്തലിഫ, കുട്ടികൾ എന്ത് ചെയ്യുക, വ്യത്യസ്തമായിട്ടുള്ള ഹല്ലുകളെ സജഷൻസ് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാം. അതിനാണ് തശ്ജീഅ് എന്ന് പറയാം. അപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ സജഷൻസുകളുടെ അഫ്കാറുകൾ വെക്കുമ്പോൾ, ഹുലൂലുകൾ വെക്കുന്ന സമയത്ത് അത് ചിലപ്പോ ജാമ്യമാന്യമായിട്ടുള്ള അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഹുലൂലുകൾ ആയിരിക്കില്ല. എന്നാലും തൽക്കാലം എന്ത് ചെയ്യണം, അത് തശ്ജീഅ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, നമ്മളൊരു കുട്ടി അഭിപ്രായം പറയുമ്പോൾ അങ്ങനെ നല്ല ട്ടോ എന്ന് നമ്മൾ കുട്ടിയെ പിന്നെ ദമ്മ് ചെയ്താൽ, തദ്മീം ചെയ്താൽ, കുട്ടിയെ നിരുത്സാഹപ്പെടുത്തി എന്ത് ചെയ്യും, അടുത്ത കുട്ടി പറയില്ല. കാരണം അവിടെ എന്ത് ചെയ്തില്ല, ഒരു തശ്ജീഅ് നടന്നില്ല. കാരണം ഈ ഹല്ലുൽ മുഷ്കില, മുനാഖശ, തവാസുലിയ, ഇത്തരം മെത്തേഡുകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ അതിൽ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കൽ പ്രധാനമാണ്. അപ്രൈസൽ കൊടുക്കൽ പ്രധാനപ്പെട്ട കാര്യമാണ്. B.Ed പഠിച്ചവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മള് മൈക്രോ ടീച്ചിങ് എടുക്കുമ്പോഴും പിന്നെ ക്ലാസ്സിലേക്ക് ടീച്ചിങ് ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കണ്ടന്റ് എടുത്തില്ലെങ്കിൽ അപ്രൈസൽ കൊടുക്കണം എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. അപ്പോ അതെന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ നടക്കാൻ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇഖ്തിബാർ അൽ ഹുലൂൽ, അവർ പറഞ്ഞ പിന്നെ സജഷൻസ് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം, ചെക്ക് ചെയ്യണം. തജ്രിബത്തുൽ ഹുലൂൽ അൽ മത്റൂഹ ലിമഅരിഫത്തി മുദാ ഫഅലിയതിഹ, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഹുലൂലുകളാണ്. അപ്പൊ അത് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അടിച്ചാക്ഷേപിക്കാതെ അവർ പറഞ്ഞതിൽ നിന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഹുലൂലുകളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ, സോർട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഒരു മികവ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇഖ്തിയാറുൽ ഹല്ലിൽ അഫ്ളൽ, എന്നിട്ട് എന്ത് ചെയ്യണം, ഏറ്റവും അഫ്ളലായ ഏറ്റവും നല്ല സജഷൻസ് അതിനെടുത്ത് അത് സൊല്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ബിനാഅൻ അല തഹ്ലീൽ വൽ ഇഖ്തിബാർ,
അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? പ്രശ്നത്തെ മനസ്സിലാക്കി അതിനെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ സജഷൻസിനെ ടെസ്റ്റ് ചെയ്ത് യത്തിമു ഇഖ്തിയാറു അൻസബു ഹല്ലിൽ മുഷ്കില, ഏറ്റവും യോജിച്ച ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഹല്ലായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത്. തഖീമുൽ ഹൽ വ തത്ബീഖുഹു, അതേപോലെ തന്നെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കപ്പെട്ട ഹല്ലുകൾ എന്ത് ചെയ്യണം? അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെ? നമ്മളത് നടപ്പിലാക്കി നോക്കിയാലാണ്, അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലാണ്. ഉദാഹരണത്തിന് ലഹരി അടിമപ്പെടാനുള്ള കാരണം കുട്ടികൾ സിനിമയാണ് എന്ന ഒരു കാരണം നമ്മൾ ഡയഗ്നോസ് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പൊ കുട്ടികൾ അത് വെച്ചിട്ട് സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നല്ല ഫിലിം കാണുന്നതിനുള്ള ഓറിയന്റേഷനുകളോ ഇങ്ങനെ പല തത്വീകാത്തുകളും നടത്തി നോക്കി. അപ്പൊ അത് ശരിയാണ്, കുട്ടികൾ പൊതുവെ ലഹരിയിൽ നിന്ന് നല്ല ഫിലിമുകൾ കാണുമ്പോൾ മറ്റുള്ളത് കാണാതിരിക്കുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ കണ്ടെത്തിയ ഹല്ല് അൻസബാണ്, അത് വിജയിച്ചു, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി അതല്ല, ഇതൊന്നുമല്ല പ്രശ്നം, കുട്ടിക്കുള്ള പാരന്റിങ് മെത്തേഡിലുള്ള പ്രശ്നമാണ്. കുട്ടിക്ക് കൊടുക്കേണ്ട സമയത്ത്, കുട്ടിയുടെ ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടി കൊടുക്കേണ്ട സമയത്ത് കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല? കൃത്യമായിട്ടുള്ള പാരന്റിങ് ഡയറക്ഷൻസ് ഉമ്മമാര് കൊടുക്കുന്നില്ല, ഉപ്പമാര് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് നല്ല ടീച്ചിങ് ഡയറക്ഷൻസ് കിട്ടുന്നില്ല, അധ്യാപകരിൽ നിന്ന് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് കാരണം, മറ്റേതല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? തഖീം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫവായിദ് എന്താന്ന് ചോദിച്ചാൽ തഅസീസ് അത്തഫ്കിർ അന്നഖദി വൽ ഇബ്ദാഇ, വളരെ ക്രിയേറ്റീവായ, ഇബ്ദാഇ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായ, നഖദി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുട്ടിയുടെ ചിന്താശേഷി എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. തഹ്സീൻ മഹാറാത്ത് അൽ ബഹ്സ് വൽ ഇസ്തിഖ്സാർ, കുട്ടിക്ക് സൂക്ഷ്മമായിട്ട് റിസർച്ച് ചെയ്യാനുള്ള, കണ്ടെത്താനുള്ള കുട്ടിയുടെ എന്ത് ചെയ്യും? കഴിവ് വർദ്ധിക്കും, മഹാറാത്തുകൾ വർദ്ധിക്കും. ജഅലു തഅല്ലുമി അക്സറു മത്അതൻ വഇർതിബാതൻ ബിൽ ഹയാത്തിൽ അമലിയ, കുട്ടിക്ക് വളരെ എൻജോയ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിക്ക് വളരെ കൃത്യമായിട്ട് ഇത് എൻജോയ് ചെയ്ത് ഒരു മത്അത്തോടു കൂടി ജീവിതത്തോട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വിഷയങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നായിരിക്കും അത് രൂപപ്പെടുക. രൂപപ്പെടുന്നതിലൂടെ സ്വാഭാവികമായിട്ട് അത് കുട്ടിക്ക് ജീവിതമായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. തഹ്ഫീസു തുലാബ് അലൽ മുശാറക്കത്തി വത്തഫാഉലി ദാഖിലൽ ഫസ്ൽ, കുട്ടിക്ക് നന്നായിട്ട് ക്ലാസ്സിനകത്ത് കൺസ്ട്രക്റ്റീവായിട്ട് തഫാഉലിയത്തോടു കൂടി, മുഷാറക്കത്തോടു കൂടി, ഇന്ററാക്ഷനോട് കൂടി കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയുടെ ആ കഴിവിനെ വർദ്ധിപ്പിക്കാനുള്ള പ്രോത്സാഹനം കുട്ടിക്ക് കിട്ടും എന്നുള്ളതാണ്. അവസാനമായിട്ട് പറയാനുള്ളത് ത്വരീഖത്തുൽ മശ്റൂആത്ത്. ത്വരീഖത്തുൽ മശ്റൂആത്ത് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് മെത്തേഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന മെത്തേഡാണ്. പക്ഷെ അതേസമയം PSCയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് മേഖലയാണ്. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. യസ്ലൂബുൻ തഅലീമിയുൻ യഅ്തമിദു അലാ തക്ലീഫി തുല്ലാബി ബിതൻഫീദി മശ്റൂആത്തിൻ അമലിയ. ഇതിലൂടെ നടക്കുക എന്താന്ന് ചോദിച്ചാല് തഹ്ഫീസ് എന്ന് പറഞ്ഞ മീനിങ് പ്രോത്സാഹിപ്പിക്കാൻ കേട്ടോ. കുട്ടിയുടെ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് കുട്ടിയെ നടപ്പിലാക്കാൻ കുട്ടിക്ക് കൊടുക്കും. തുഹ്ദഫു ഇല ഇക്തിസാബി അൽ മഅരിഫ വൽ മഹാറാത്ത് മിൻ ഖിലാലി തഖ്തീത് വതൻഫീദ് വതഖീം. അതേപോലെ തന്നെ കുട്ടി സ്വയം അറിവിനെയും കഴിവിനെയും ഒക്കെ സ്വായത്തമാക്കാനുള്ള ഒരു പ്രേരണ എന്തിലുണ്ട്? കുട്ടിക്ക് ഇതിലൂടെ കിട്ടും. എങ്ങനെയാണ് അത് കിട്ടുക? മിൻ ഖിലാലി തഖ്തീത്, കുട്ടി പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അവിടെ പോകണം, ഇവിടെ പോകണം, ആ പ്രശ്നം പഠിക്കണം, ഇന്ന് ആ ബുക്ക് ഇത് റെഫർ ചെയ്യണം, അത് ഇത് ആ പരീക്ഷണം നടത്തി നോക്കണം, ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. കുട്ടി തന്നെ സ്വയം ചെയ്ത് നോക്കുമ്പോൾ കുട്ടിക്ക് ഒരു മഅരിഫ നേടിയെടുക്കാനുള്ള ഒരു തേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഖ്തിലാഖ് നിർമ്മിക്കാം, രൂപപ്പെടുത്തിയെടുക്കാം. യകൂനു തഅല്ലുമു മുവജ്ജിഹൻ നഹ്വ തഹ്ഖീഖി ഹദഫിൻ മുഅയ്യനിൻ മുർതബിത്തിൻ ബിഹയാത്തി തുല്ലാബ് വഇഹ്തിമാമാതിഹിം. അതേപോലെ തന്നെ ഇവിടെ തഅല്ലും എന്ന് പറയുന്നത് എന്തായിരിക്കും? കുട്ടിക്കൊരു കൃത്യമായ ലക്ഷ്യത്തെ തഹ്ഖീഖ് ആയിരിക്കുമല്ലോ. ഒരു പ്രൊജക്ട് കൊടുക്കുമ്പോൾ ആ പ്രൊജക്ടിന് എന്ത് ചെയ്യും? ആദ്യം തന്നെ ഹൈപ്പോത്തിസിസ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇന്ന ഫൈൻഡിങ്സ് കണ്ടുവരണം എന്നതായിരിക്കും കൊടുക്കുക. അപ്പൊ അതൊരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും ഉണ്ടാവുക. വഹ്തിമാമാതിഹിം, അവരുടെ ഒരു ഫോക്കസ്ഡ് ആയത് ഒരു താല്പര്യമുള്ള ഒരു മേഖലയായിരിക്കും. മിമ്മാ യജ്അലു തഅല്ലുമ അക്സറു തഹ്ഫീസൻ വഫഅലിയ, അതെന്താക്കും? കുട്ടിയെ കുറച്ചുകൂടി കുട്ടിക്ക് നല്ല ഒരു പ്രേരണ ഉണ്ടാക്കാനും കുട്ടിയുടെ പഠനത്തെ എഫക്റ്റീവ് ആക്കാനും അത് സഹായിക്കും എന്നതാണ് അതിന്റെ ഖുതുവാത്ത്, സ്റ്റെപ്പുകൾ. ഒന്നെന്താ? ഇഖ്തിയാറുൽ മശ്റൂ,
പ്രൊജക്ട് തിരഞ്ഞെടുക്കുക എന്നതാണ്. യഖ്താറു അത്തുല്ലാബു മശ്റൂഅൻ യത്തവാഫഖു മഅ ഇഹ്തിമാമാതിഹിം വയർതബിതു ബിൽ മൻഹജി ദിറാസി. ഓരോ കുട്ടിക്ക് അതിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള പ്രൊജക്ടിന്റെ സബ്ജക്റ്റ് ആയിരിക്കും കൊടുക്കുക. അത് എന്ത് ചെയ്യും, നമ്മുടെ ലേണിംഗ് സിലബസുമായിട്ട് കണക്ട് ചെയ്യാൻ ചെയ്യാം. മൻഹജ ദിറാസി. പിന്നെന്താ, വലഉ ഖുത്തത്തുൽ അമൽ, പിന്നെ ഒരു വർക്കിംഗ് പ്ലാൻ കാണും. യതിമു തഹദീദ് അൽ അഹ്ദാഫ്, അത് ആ വർക്കിംഗ് പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ കൃത്യപ്പെടുത്തും. ഖുതുവാത്ത് സ്റ്റെപ്പുകൾ ഉണ്ടാവും. അദവാത്ത് വൽ മവാരിദ്, നമ്മൾ ഉപയോഗിക്കേണ്ട ടൂൾസുകൾ, റിസോഴ്സുകൾ. ലിൻജാസിൽ മഷ്റൂ, ഈ പ്രൊജക്ട് പൂർത്തിയാക്കാനുള്ള പിന്നെ ആവശ്യമുള്ള മവാരിദുകളും അദവാത്തുകൾ ഒക്കെ ശേഖരിക്കുക. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലാൻ ആയിരിക്കും അതിനുണ്ടാവുക. തൻഫീദുൽ മഷ്റൂ, എന്നിട്ട് എന്ത് ചെയ്യും, ആ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യും. യഅമലു തുല്ലാബു ബിശക്ലിൻ ഫർദിയ്യിൻ ഔ ജമാഇൻ അലാ ഇൻജാസിൽ മുഹാമൽ മത്ലൂബ വിഫ്ഖ ലിൽ ഖുത്ത. എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടി എന്ത് ചെയ്യും, വർക്ക് ചെയ്യും ബിശക്ലിൻ ഫർദി, ഒറ്റയ്ക്ക് തന്നെ. ഔ ജമാഇൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിനായിരിക്കും കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, അലാ ഇൻജാസിൽ മുഹാമൽ മത്ലൂബ, കുട്ടിയോട് ആവശ്യപ്പെട്ട ആ ടാസ്ക് പൂർത്തീകരിക്കും. വിഫ്ഖൻ ലിൽ ഖുത്ത, ഒരു വർക്കിംഗ് പ്ലാൻ ഉണ്ടാവും. വർക്കിംഗ് പ്ലാൻ അനുസരിച്ച്, അപ്പൊ നേരത്തെ ഹുത്ത് പറഞ്ഞ ഒരു ഹുത്ത് ഉണ്ടാവും അല്ലെ, ആ ഹുത്തൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൽ ഈ വർക്കിംഗ് പ്ലാൻ കണ്ട് ഈ കുട്ടിക്ക് കൊടുത്ത ആ ടാസ്ക് പൂർത്തീകരിക്കുന്ന ഘട്ടമാണ് തൻഫീദുൽ മഷ്റൂ എന്ന് പറയുന്നത്. പിന്നെ തഖീമുൽ മഷ്റൂ, അതിന് ശേഷം എന്ത് ചെയ്യും, ഈ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കും. തഖീമുൽ മഷ്റൂ യതിമു തഖീമുൽ മഷ്റൂ മിൻ ഖിബലി മുഅല്ലിം വത്തുല്ലാബ്, അത് ആദ്യം കുട്ടി ഒന്ന് സ്വയം വിലയിരുത്തും. അതിനുശേഷം അധ്യാപകൻ അത് ഫൈനലൈസ് ചെയ്യും. മഅ മുനാഖശത്തിൻ, ചർച്ചയിലൂടെ ആയിരിക്കും അത് നടക്കുക. മാ തമ്മ തഅല്ലുമുഹു വതഹദ്ദിയാത്ത് അല്ലത്തി വാജഹുഹ, ഈ പിന്നെ പ്രൊജക്ട് നടത്തുന്ന സന്ദർഭത്തിൽ അതിന്റെ പിന്നെ റിസോഴ്സുകളെ കളക്ട് ചെയ്യുന്ന സമയത്ത്, അതിന്റെ വലിയ തത്ബീഖാത്തുകൾ നടത്തുന്ന സമയത്തൊക്കെ നേടിയെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ മാർഗത്തിൽ വന്ന തഹദ്ദിയാത്ത് ചലഞ്ചസ് എന്തൊക്കെയാണ് അവർ അഭിമുഖീകരിച്ചത്, വാജഹു എന്നാണ് ഫേസ് ചെയ്തത് എന്നതൊക്കെ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കും. മഷ്റൂഇന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഖുത്തത്താണ്. ഇത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ആവും. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഫൈൻഡ് ചെയ്തതാണ്, കുട്ടികൾ സ്വയം ഫൈൻഡ് ചെയ്തതായതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. അറുളു നതായിജ്, അങ്ങനെ ഫൈനൽ ആയിട്ട് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. അതെന്ത് ചെയ്യും, പ്രദർശിപ്പിക്കും. യഖൂമു തുല്ലാബു ബിത്തഖ്ദീമി മശാരിഇഹിം വമുശാറകത്തി ഇസ്തിൻതാജാതിഹിം മഅ സുമലാഇഹിം, അങ്ങനെ എന്ത് ചെയ്യും, ഓരോ കുട്ടികൾ അവരുടെ പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യും, തഖ്ദീം ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് കിട്ടിയ റിസൾട്ടുകളിൽ കുട്ടികളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുട്ടികളോടൊക്കെ ചർച്ച ചെയ്ത് അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പൂർത്തിയായി. കുറച്ചധികം സമയം എടുത്തു. പിന്നെ ഏതായാലും ഇതൊന്ന് പൂർത്തിയാക്കി. ഇതിനനുസരി التعلم يتركز على التحصيل الفردي ويتكون من إسهامات الأفراد. هو എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവും ഈ മെത്തേഡിൽ. വയതകവ്വനു മിൻ ഇസ്ഹാമാത്തിൽ അഫ്രാദ്, അതേപോലെ തന്നെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുടെ സംഭാവനകളും ഈ ടീച്ചിങ് മെത്തേഡിൽ ഉണ്ടാവും. ഏതിനുണ്ടാവുക? ഓപ്ഷൻ എ ആണ്, അത്തഅല്ലും അത്തആവുൻ അല്ലേ, കോപ്പറേറ്റീവ് ലേണിംഗ്. ഓക്കെ, ശരി. ഓക്കെ, അത് എടുക്കാന്ന് വിചാരിച്ചത്. ഇൻഷാല്ലാഹ് പിന്നെ എടുക്കാം. ഓക്കെ, ശരി. ഇനി ആൻസറിലേക്ക് എത്തി. 1-2 ആൻസർ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ത്വരീഖത്തുൻ ദിറാസിയ തതഅല്ലഖു ബിമദ്റസത്തി പ്രാഗ്മാറ്റിസം. ഓക്കെ, എന്താണ് പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ? എന്താ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ വോയിസ് അൺമ്യൂട്ട് ആവില്ല അല്ലെ? അതന്നെ, പ്രൊജക്ട് എന്നാ ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടി പ്രാക്ടിക്കൽ സ്റ്റഡീസ് ഉള്ള, പ്രാക്ടിക്കൽ അനുഭവങ്ങളുള്ള പഠനം എന്നതാണ് പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതല്ല കേട്ടോ, കോപ്പിയുടെ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്ലാഗ്യറീസ് ആണ്, ചെറിയ മാറ്റമുണ്ട്. ഇത് പ്രാഗ്മാറ്റിസ് ആണ്. അപ്പൊ ത്വരീഖത്തുൽ മശ്റൂ ആണ് ആൻസർ. ഓക്കെ, ത്വരീഖത്തു തദ്രീസ് അൽ മുതഅല്ലിഖ ബിമദ്ഹബി സയ്യിദ് ജോൺ ഡി. ജോൺ ഡിയുടെ പിന്നെ ത്വരീഖത്തു തദ്രീസ് ഏതാണ്? ഓക്കെ, ത്വരീഖത്തുൽ മശ്റൂ അല്ലെ. മശ്റൂ മറക്കരുത് കേട്ടോ, അത് PSC ചോദിക്കാനുള്ള സന്ദേഹം ഓർമ്മ ഉണ്ടാവും. ലൈസ മിൻ
തുറുഖ് അത്തദ്രീസ് അൽ മഅറൂഫ. ഇതൊക്കെ PYQ നിങ്ങൾക്ക് അറിയുന്നാവും. സ്റ്റോറി കണ്ട് ചോദിച്ചു. طريقة المشروع، طريقة الترجمة، طريقة الشرعية، طريقة التواصلية. طريقة الشرعية അല്ല അല്ലേ? طريقة الشرعية വേറെ സാധനമാണ്. طريقة التواصلية പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ്. കുറച്ചുകൂടി طريقة المشروع നമ്മൾ പറഞ്ഞു, طريقة الترجمة നമ്മൾ പറഞ്ഞു. طريقة التواصلية പറഞ്ഞാൽ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷണൽ സ്കില്ല്, ഭാഷാ സ്കില്ല് ഫോക്കസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് طريقة التواصلية എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ത്വരീഖത്തു തവാസുലിയ, ത്വരീഖത്തു ശർഇയ്യാണ് ആൻസർ. മശ്റൂഇയും ത്വരീഖത്തു തർജുമയും ത്വരീഖത്തു തവാസുലിയും ഒക്കെ എന്താണ് പ്രധാനപ്പെട്ട മെത്തേഡുകളാണ്. യതഅല്ലമുൽ ഫർദു ഫി മുഅ്ളമി മുനാസബാത്ത് അൽ ഹയാത്ത് ബിത്വരീഖത്തി തേഷ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ നിന്നും അധികവും വിജ്ഞാനം സമ്പാദിക്കാൻ എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി അല്ലാത്ത ഓപ്ഷൻസ് എന്താ? ഓക്കെ, സി ആണ് ആൻസർ അല്ലെ. അത്തജാറുബ് ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ നിന്നുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും പ്രാക്ടീസുകളായിരിക്കും നമ്മളെ കൂടുതൽ പഠിപ്പിക്കുക. ശരിക്കും കൺസ്ട്രക്റ്റീവ് മെത്തേഡിന്റെ തന്നെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൗവാണ്. നമ്മുടെ എൻവിറോൺമെന്റിൽ നമ്മൾ പരമാവധി പഠിക്കുക, കുട്ടി സ്വയം പഠിക്കുക, കുട്ടി ഇക്തിസാബ് ചെയ്യുക എന്നാണല്ലോ. അത് നമ്മുടെ തജാറബ് എന്നായിരിക്കും. മുറാജഅത്തുൽ മവാഖി ശബക്കിയല്ല, കുതാബത്തുൽ ഇലാനാത്തുൽ ഹുക്കൂമിയല്ല, ഖിറാഅത്തുൽ കുതുബുൽ മുഖററാത്ത് അല്ല. ഇതൊക്കെ സോഴ്സുകളായിരിക്കും. പക്ഷെ കുട്ടിയുടെ പഠനം അധികവും നടക്കേണ്ടത് എന്തിലാണ്? അത്തജാറബ് ഫിൽ ഹയത്തിലാണ്. മിൻ മുവാസഫാത്തി ത്വരീഖത്തി തർജുമ. ഇതനുസരി ആൻസർ. ഓക്കെ, ത്വരീഖത്ത് തർജുമയില് ലുഗത്തുൽ ഉമ്മ ഉണ്ടാവില്ലേ? ഇഹ്മാൽ എന്ന് പറഞ്ഞാ അവഗണനയാണ്. ത്വരീഖത്ത് തർജുമയില് ലുഗത്തുൽ ഉമ്മ ആയിരിക്കുമല്ലോ കാര്യമായിട്ട് നമ്മൾ ചെയ്യാം അല്ലെ. ഓക്കെ, ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ്. അൽ ഇഹ്മാലു അനിൽ ഇസ്തിമാഇ വൽ കലാം. കൂടുതലായിട്ട് കേൾക്കാനും കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും എന്ത് ചെയ്യൂല, അവസരം ഉണ്ടാവില്ല. ഒരു വാക്ക് പറയാ അല്ലെങ്കിൽ ഒരു സെന്റൻസ് പറയാ, അതിന്റെ മീനിങ് പറയാ എന്നായിരിക്കും, അതായത് എടുക്കുക എന്നായിരിക്കും അതിന് പരിപാടി. കൂടുതലായിട്ട് നമുക്ക് കേട്ട് ഒരുപാട് വിശദീകരണം പറയുന്ന ഒരു മെത്തേഡ് ആയിരിക്കൂല ത്വരീഖത്തു തർജുമ എന്ന് പറയുന്നത്. ത്വരീഖത്തുൽ മുബാശറ തഅ്തമിദു അലാ ഡാഷ്. ഇസ്തിഖ്റാഇ ആണോ, ഇസ്തിദ്ലാലി ആണോ, തഹജ്ജി ആണോ, തൽഖീനി ആണോ? ഓക്കെ, ആണ് അധികം ആളുകളും പറഞ്ഞത് ഇസ്തിഖ്റാഇ ആണ്. കാരണം മുബാശറ നമ്മൾ പറഞ്ഞു, കുട്ടിക്ക് സ്പെസിഫിക് ആയിട്ട് ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. അറബിയിൽ തന്നെ നമ്മൾ ഏത് ലുഗത്തുൽ ഹദ്ഫ് ഏതാണോ അതിൽ തന്നെ വിശദീകരിക്കുന്നതിനാണ് അത് പറയാ. തുസ്തഖ്ദമു ലുഗത്തുൽ ഉമ്മി ബിഹദ്ദിൻ കബീർ ഫി ഡാഷ്. ലുഗത്തുൽ ഉമ്മ, മാതൃഭാഷ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഏതിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്തതായിരിക്കും അല്ലെ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാഹ്. ത്വരീഖത്തു തഖ്ലീദിയാണ് അല്ലെ. നമ്മള് പഴയകാലത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതൊരു തർജുമ പോലെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അറബി പറഞ്ഞിട്ട് പിന്നെ അതിന്റെ വിശദീകരണം പറയുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷകൾ പറഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ പിന്നെ തർജുമ പറയായിരിക്കും ചെയ്യാം. ഫി ഡാഷ് യക്തശിഫു ത്വാലിബ് മആനിൽ കലിമാത്ത് അൽ ജദീദ തിൽഖാഇയൻ മിനൽ മുനാസബാത്ത് വസ്സിയാഖാത്ത്. സിയാഖാത്തിൽ നിന്ന്, മുനാസബാത്തുകളിൽ നിന്ന് കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് കലിമാത്തുകളുടെ മആനി പഠിക്കുക, പുതിയ മആനികൾ പഠിക്കുക ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. കൺഫ്യൂഷൻ വന്നോ? ഓക്കെ, സി ആണ് കൂടുതൽ ആളുകൾ പറയുന്നത്. അതെ, സി ആണല്ലോ. കാരണം കൂടുതൽ വേർഡുകൾ ഉപയോഗിക്കും മുബാശറയിലായിരിക്കും. കാരണം നമ്മളെ ലുഗത്തുൽ ഹദ്ഫിൽ തന്നെ കൂടുതൽ വിശദീകരിച്ച് കുറെ മുത്തഖാറബാത്തുകൾ ഉപയോഗിക്കും, കുറെ മുഫ്രദാത്തുകൾ ഉപയോഗിക്കും. അപ്പൊ കൂടുതൽ മുഫ്രദാത്തുകൾ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡാഷ് തദറുസുൽ ഹുറൂഫ് അൽ ഹിജായിയ അവലൻ ثم ينتقل الى الكلمات ثم الى الجمل. ആദ്യം എന്ത് ചെയ്യും? ഹജായി ആയിട്ടുള്ള ഹുറൂഫുകൾ പഠിക്കുക, പിന്നെ അതിനുശേഷം കലിമാത്ത്, പിന്നെ ജുമൽ. നമ്മള് നേരത്തെ നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തരീഖത്തല്ല,
ത്വരീഖത്തു തർക്കീബിയ. ഇൻഷാ അല്ലാഹ്. അപ്പോ ഇതാണ് പിന്നെ ഇന്നത്തെ ക്ലാസ്. ഇതിൽ തഅല്ലുമു തആവുനിയും തശാറുക്കും കൂടി പറയണം എന്ന് വിചാരിച്ചിരുന്നു. സമയം ഒരുപാടായതുകൊണ്ട് പറയുന്നില്ല. പിന്നെ എടുത്ത വിഷയങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഒരു ഭാഗം എടുത്തത്. കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടാണ് പോകേണ്ടത്. എന്നാലും സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ എടുത്ത വിഷയങ്ങളിൽ പരിമിതികൾ ഉണ്ടാവും. പിന്നെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേണുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാൻ സമയം ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. അതേസമയം പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ പിന്നെ അതേപോലെ എന്തെങ്കിലും കൺസേണുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലി അറിയിക്കാം, ഗ്രൂപ്പുകളിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു യുവഫിഖ്നാ لنحصل على الدرجات القيمة في مجالنا الدراسة وفي المحنة. أقول قولي هذا. السلام عليكم ورحمة الله تعالى وبركاته.